സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ റോമർക്ക് ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. റോമർ 8:37 ഒറ്റ വാക്യം ശബ്ദമുയർത്തി വായിക്കാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ഭാഗിക ജയമല്ല, പൂർണ്ണ ജയം. ശക്തിയോടെ പറഞ്ഞ എന്തോ ജയമാണ്? പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ദ കംപ്ലീറ്റ് വിക്ടോറി. നാം കേൾക്കുന്ന ഈ നല്ല ടീച്ചിങ്ങിൻ്റെ തലക്കെട്ട് ഇതാണ്: വിക്ടോറിയസ് ലൈഫ്, ജയകരമായ ജീവിതം. വിക്ടോറിയസ് ലൈഫ്. പല ആംഗിളിൽ പല പ്രാവശ്യം ഇത് കേട്ടിട്ടുള്ളതാണ്. ചില മെസ്സേജുകൾ, ചില പ്രത്യേക കാര്യങ്ങൾ ക്യാപിറ്റുലേഷനാണ്. മീനിങ് ആവർത്തിച്ച് നമ്മൾ കേൾക്കാനുള്ളതാണ്. അത് ജീവിതത്തിൽ മാതാപിതാക്കൾ പറയുന്നതായിരിക്കാം, അധ്യാപകർ പറയുന്നതായിരിക്കാം, അതിലുപരി കർത്താവ് പറയുന്നതായിരിക്കാം. ചില പ്രാധാന്യമുള്ളതായ ദൂതുകൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ്. പക്ഷേ അതൊരിക്കലും ബോറിംഗ് ആയിരിക്കത്തില്ല. അത് ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരിക്കും. കാരണം അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച പാരീസിൽ ഒളിമ്പിക്സ് ആരംഭിക്കുകയുണ്ടായി. ഒളിമ്പിക്സിന്റെ വിക്ടറി സ്റ്റാൻഡിൽ ആദ്യം കയറി നിന്നത് ഗോൾഡ് മെഡൽ, ഒന്നാമത്തെ ഗോൾഡ് മെഡൽ ചൈനയ്ക്കാണ് ലഭിച്ചത്. ചൈനീസ് സ്പോർട്സ് താരങ്ങളെ കുറിച്ച് ഇങ്ങനെ വായിപ്പാനിടയായി തീർന്നു. ജനിച്ച് 3 മാസം ആകുമ്പോൾ തന്നെ, 3 വയസ്സല്ല, 3 മാസം ആകുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങൾ സ്തോത്രം അതെ പരിശീലിപ്പിക്കപ്പെട്ട് തുടങ്ങിയാണ്. 3 മാസം മുതൽ. അർത്ഥം സ്തോത്രം ആ കുട്ടികളുടെ ജീവിതം മറ്റു കുഞ്ഞുങ്ങളെ പോലെയല്ല. മറ്റു കുട്ടികളെ പോലെ കഴിപ്പാനും മറ്റു കുട്ടികളെ പോലെ ആഹാരം കഴിപ്പാനും അവർക്ക് കഴിയത്തില്ല. അവർക്ക് സ്വന്തമായി അവരുടേതായിട്ടുള്ള ഒരു പ്രോഗ്രാമിലോ ഇഷ്ടത്തിലോ അല്ല ആ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത്. അവരുടെ ലൈഫ് ടൈം മുഴുവൻ സ്തോത്രം ചില പ്രത്യേക പരിശീലനത്തിൽ, ആരുടെയോ നിർദ്ദേശത്തിന് കീഴിൽ അവരായിരിക്കുന്നത് കൊണ്ട് അവർ പിന്നത്തേതിൽ ലോക പ്രസിദ്ധർ ആയിത്തീരുന്നു. അവർ സ്തോത്രം ബ്രോൺസ് അല്ല, സിൽവർ അല്ല, ഗോൾഡ് മെഡൽ തന്നെ ജേതാക്കളായി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽ ആയിത്തീരുന്നു. സ്തോത്രം ചൈനീസ് അല്ലെങ്കിൽ അവരുടെ റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ദേശീയ ഗാനം ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ മുഴങ്ങുന്നതായ സമയത്ത് അവർ നടന്നു വന്ന് അവരുടെ ജയപീഠത്തിൽ, അവരുടെ വിക്ടറി സ്റ്റാൻഡിൽ അവർ കയറി നിൽക്കുന്നു. ഇന്ന് പകൽ ഈ ദൂതിൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവകൃപയാൽ ആത്മാവിൽ ഒരു ചിത്രം നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ചിത്രം ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. അതേപോലെ ആ ദൈവത്തിൻ്റെ വെളിപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ചിത്രം ഉണ്ടാകണം. ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ചിത്രം ഉണ്ടാകണം. ആ ചിത്രം അപ്പൻ പറഞ്ഞതോ, അമ്മ പറഞ്ഞതോ, മിത്രങ്ങൾ തന്നതോ, ബന്ധുക്കൾ തന്നതോ, ശത്രു പറഞ്ഞതോ ഒന്നുമാകല്ല. പകരം ദൈവം നിങ്ങളെക്കുറിച്ച് കാണുന്നതായ ഒരു ദൈവിക ചിത്രം ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ലിവിംഗ് റൂമിൽ കയറി വരുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഉള്ളതുപോലെ എല്ലാ യങ്സ്റ്റേഴ്സും കേൾക്കണം. പ്രത്യേകിച്ച് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ചിത്രം ഉണ്ടായിരിക്കണം. അത് തോറ്റ ചിത്രമല്ല, നാണം കെട്ട ചിത്രമല്ല, അവഹേളിക്കപ്പെട്ടതല്ല. പകരം സ്തോത്രം സകലത്തിനെ ജയിക്കുന്ന ഒരു ചിത്രമാണ്. ഹല്ലേലൂയ. സോ വളരെ പ്രധാനമായി ഞാൻ പറയട്ടെ, ജീവിതം തോൽക്കാനുള്ളതല്ല, ജീവിതം ജയിക്കാനുള്ളതാണ്. ഒരിക്കൽ കൂടെ, ജീവിതം തോൽക്കാനുള്ളതല്ല, ജീവിതം ജയിക്കാനുള്ളതാണ്. ജീവിതത്തിൽ സ്തോത്രം വിലപിച്ചല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. കണ്ണുനീരെന്ന് മാറുമോ, വേദന എന്ന് തീരുമോ, കണ്ണുനീർ മാറി വേദനകളിൽ ഇതല്ല ജീവിതം. പകരം തിരുവചനം പറയുന്നു, കർത്താവ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ മുൻപിൽ തോൽപ്പിക്കാനല്ല. ദൈവം നിങ്ങളെ കൃപയാൽ രക്ഷിച്ചിരിക്കുന്നത് ബന്ധുക്കളുടെ മുൻപിൽ പരിഹസിക്കപ്പെടാനല്ല. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നവരുടെ നടുവിൽ സ്തോത്രം അതേ നാണം കെട്ട് നിൽപ്പാനല്ല. കാരണം ഈ പുസ്തകം ആരാണോ ഉയർത്തിയത്, ദൈവം അവരുടെ ജീവിതത്തെ ഉയർത്തുന്നു. അതുകൊണ്ട് ജയം മാത്രം ചിന്തിച്ചാട്ടെ.
ജയത്തിനു വേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുകയാട്ടെ. കാരണം ക്രിസ്തു യേശുവിൽ തിരുവചനം പറയുന്നു, ക്രിസ്തു യേശുവിൽ നിങ്ങളെ ജയോത്സവമായി ദൈവം വഴി നടത്തുന്നു. ക്രിസ്തു യേശുവിൽ നാണം കെട്ടല്ല നിങ്ങൾ നടക്കുന്നത്, പരാജയപ്പെട്ടല്ല നടക്കുന്നത്, പ്രശ്നങ്ങൾ കടന്നു വന്ന് മുറിവേറ്റല്ല നിങ്ങൾ നടക്കുന്നത്. പകരം ക്രിസ്തു യേശുവിൽ നിങ്ങൾ ജയിച്ച് നടക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യരെ നോക്കി പറയുന്നു, ക്രിസ്തുവിൽ ജയോത്സവമായി നിങ്ങളെ ദൈവം വഴി നടത്തുന്നു. എന്താണ് ആ ജയോത്സവമായി വഴി നടത്തുന്നതെന്ന് പറഞ്ഞാൽ, ആ സൈന്യാധിപൻ, റോമൻ സൈന്യാധിപൻ ഏതോ പ്രദേശങ്ങളിലേക്ക് കടന്നുപോയി ആ പ്രദേശത്തുള്ള രാജാക്കന്മാരെ തോൽപ്പിക്കുന്നു. ആ രാജാക്കന്മാരെ തോൽപ്പിച്ച് ആ രാജ്യങ്ങളുടെ വലിയ ധനത്തെ കൈവശമാക്കി അദ്ദേഹം റോമാപുരിയിലേക്ക് മടങ്ങി വരുന്നു. വെറും കൈയോടെയല്ല മടങ്ങി വരുന്നത്, ജയിച്ച് തന്റെ ജയ സൈന്യവുമായി അദ്ദേഹം വരികയാണ്. വലിയ ഭാരിച്ചതായ സ്തോത്രം സമ്പത്ത് ഉണ്ടായിരിക്കും. അദ്ദേഹം മടങ്ങി വരുമ്പോൾ റോമ രാജാവ് അദ്ദേഹത്തെ സ്വീകരിപ്പാൻ തക്കോണം ഒരു പ്രത്യേക സ്തോത്രം റിസപ്ഷൻ പാർട്ടി അല്ലെങ്കിൽ സെലിബ്രേഷൻ പാർട്ടി റോമ പട്ടണത്തിൽ സംഘടിപ്പിക്കും. ഇന്നും റോമിൽ നിങ്ങൾ അതേ ടൂറിസ്റ്റായി കടന്നു പോകുമ്പോൾ അവർ വിവരിക്കും, ഈ തെരുവിലൂടെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ജയോത്സവമായി അവർ നടന്നിരുന്നത്. പൗലോസ് പറയുന്നതായ ജയോത്സവത്തിന്റെ ഏറ്റവും മുന്നിൽ പോകുന്നത് റോമ പട്ടണത്തിന്റെ മേയറും ജഡ്ജസും ഒക്കെ ആയിരിക്കും. റോമ പട്ടണത്തിന്റെ ന്യായാധിപന്മാര്, അതുപോലെ റോമ പട്ടണത്തിന്റെ മേയർ ആയിരിക്കും ഏറ്റവും മുന്നിൽ നടക്കുന്നത്. ആർമിയുടെ ഒരു പ്രത്യേക ഭാഗം സ്തോത്രം തൊട്ട് പിന്നാലെ നടക്കും. അതിന് പിന്നാലെ തോറ്റുപോയ ആർമി, തോറ്റുപോയ ശത്രുവിന്റെ ആർമി ഉണ്ടല്ലോ, അവരെ വിവസ്ത്രരാക്കി നാണം കെടുത്തി ആ സൈന്യം നടക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ തോറ്റ രാജാവിനെ നാണം കെടുത്തി വിവസ്ത്രനാക്കി നടക്കുന്നു. അവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? തോറ്റവരെ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. ആ തോറ്റ സൈന്യത്തിന് തൊട്ട് പിൻപിൽ ജയിച്ച സൈന്യം കടന്നു പോകുന്നു. അപ്പോഴേക്കും ആൾക്കാർ ഭയങ്കരമായി ബഹളമുണ്ടാക്കി. അതേ ബഹളം ഇൻ ദ സെൻസ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. കാരണം നമ്മുടെ സൈന്യം ജയിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പുമായി മടങ്ങി വന്നപ്പോ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സെലിബ്രേറ്റ് ചെയ്തത്. അർജന്റീന ടീം ജയിച്ച് അർജന്റീനയിൽ കപ്പുമായി പോയപ്പോൾ അർജന്റീന സമൂഹം മുഴുവൻ തെരുവിലേക്ക് ഇറങ്ങി അവരെ സ്വീകരിച്ചതുപോലെ റോമ പട്ടണക്കാർ മുഴുവൻ, ഈവൻ റോമ പട്ടണമല്ല അതിന്റെ പുറത്തുള്ളവർ പോലും ദിവസങ്ങൾ യാത്ര ചെയ്ത് അവരെ സെലിബ്രേറ്റ് ചെയ്യുവാൻ, അവരെ സ്വീകരിപ്പാൻ വേണ്ടി അവർ കൂടി വന്ന് അവരെല്ലാം ബഹളമുണ്ടാക്കും. അവരെല്ലാവരും സ്തോത്രം ആഘോഷിക്കും. എല്ലാവരും സ്തോത്രം അവരെ സ്വാഗതം ചെയ്യും. അതിന് പിൻപിൽ ആ ജയിച്ച സൈന്യത്തിന് പിൻപിൽ രാജാവ് കടന്നു പോകും. പക്ഷെ രാജാവോ സ്തോത്രം റോയൽ ഫാമിലിയോ അല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വ്യക്തിത്വം. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആ സൈന്യത്തെ ശത്രുവിന്റെ പാളയത്തിലേക്ക് നയിച്ച് ജയിച്ചു വരുന്ന കമാൻഡർ ഇൻ ചീഫാണ്. ആ സൈന്യാധിപനാണ്. ആ സൈന്യത്തെ നയിക്കേണ്ട ക്രമത്തിൽ നയിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിപ്പാൻ ഗുണം കഴിഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ. അയ്യോ എന്നെ ആരും ഒന്നും ചെയ്യല്ല, ഞാനും ഒന്നും ചെയ്യത്തില്ല, എനിക്ക് പ്രശ്നമൊന്നും വരില്ല, ഞാനും പ്രശ്നത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. പണ്ടൊരു ദേവദാസിനോട് പറഞ്ഞതുപോലെ ഞാനിപ്പം പഴയതുപോലെ ഭൂതത്തെ ശാസിക്കാറില്ല. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, അപ്പോൾ നിങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നതല്ലേ? മനസ്സിലായോ? അപ്പോൾ ഞാൻ ഭൂതത്തെ ശാസിക്കത്തില്ല. ഭൂതത്തെ ശാസിച്ചാൽ അവനെ ശല്യപ്പെടുത്തിയാൽ അവൻ്റെ കീഴിൽ കിടക്കുന്ന 10 ആത്മാക്കൾ വിടിവിക്കപ്പെടും. മറ്റേത് ആത്മാക്കൾ വിടിവിക്കപ്പെട്ട എൻ്റെ ഉറക്കം ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്തോത്രം ഞാനിപ്പോൾ പഴയതുപോലെ ഒരു കോംപ്രമൈസിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. ഓ ഖമാൻ ഹല്ലേലൂയ. നോക്കണമേ സ്തോത്രം. എന്നാൽ അങ്ങനെയല്ല. ഈ സൈന്യാധിപൻ ശത്രുവിന്റെ പാളയത്തിലേക്ക് സൈന്യമായി ഇരച്ചു കയറി ശത്രുവിനെ തോൽപ്പിച്ച് അവന്റെ രാജാവിനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി അടിമകളാക്കി കൊണ്ടുവരുമ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, അന്ന് ഏറ്റവും കൂടുതൽ പ്രശംസ പറ്റുന്നത് കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയ റോമ ചക്രവർത്തി അല്ല, ശത്രുവിന്റെ പാളയത്തിലേക്ക് ഇരച്ചു കയറി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജയിച്ചു വന്നതായ ആ സൈന്യമാണ്, സൈന്യാധിപനാണ്. സ്വാധീനം ഒരു വിക്ടറി പ്രൊസഷൻ ഉണ്ട്. ആ പ്രൊസഷന്റെ പേരാണ്, ആ പ്രൊസഷനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഘോഷയാത്രയെ കുറിച്ച് പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങളെ ജയോത്സവമായി വഴി നടത്തുന്നു. അതുകൊണ്ട് ജീവിതം തോൽക്കാനുള്ളതല്ല. നിങ്ങൾ ഏത് പട്ടണത്തിലാണോ ആയിരിക്കുന്നത്, ഏത് ഗ്രാമത്തിലാണോ ആയിരിക്കുന്നത്, അവിടെ നിങ്ങൾ തല ഉയർത്തി ജയിച്ച് നടക്കാൻ പോകുന്നു.
തോൽവിക്ക് അനുമതിക്കാതു. മീനിങ് തോൽക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ല. തോൽവി ചിന്തിക്കല്ലേ. അത് വിദ്യാഭ്യാസത്തിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, സമ്പത്തിലായിരിക്കാം, ആരോഗ്യത്തിലായിരിക്കാം. ഒരൊറ്റ വിഷയത്തിൽ, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ജീവിതത്തിൽ നിങ്ങൾ തോൽക്കുന്നവരല്ല. അടുത്ത സെന്റൻസ് ഇമ്പോർട്ടന്റ്. സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ നിൽക്കുന്നവൻ ജയത്തിന്റെ കൊടിക്കീഴിലായിരിക്കും. അവൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവൻ എന്നെ വിരുന്ന് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ മെയ്തെ പിടിച്ചിരുന്നത് സ്നേഹത്തിന്റെ കൊടിയെന്ന് ഉത്തമഗീതം 2 പറയുന്നു. അഗപ്പേ ലവ്, ദൈവ സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ, ക്രൂശിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ കൊടിക്കീഴിൽ നിങ്ങൾ നിൽക്കുന്നവരാണ് എങ്കിൽ, കർത്താവിന്റെ സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ നിങ്ങൾ വസിക്കുന്നവരാണ് എങ്കിൽ, യഹോവ നിസി എന്ന ജയത്തിന്റെ കൊടിക്കീഴിലായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നേറുവാൻ പോകുന്നത്. സ്നേഹത്തിന്റെ കൊടി എവിടെയുണ്ടോ അവിടെ അത് നിശ്ചയമായി ജയകൊടിയായിരിക്കും. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ദൈവ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ തോൽക്കുന്നവരായിരിക്കത്തില്ല. കർത്താവിന്റെ കൃപയാൽ ജീവിതം ജയിക്കുന്നത് തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. ഒളിമ്പിക്സിന്റെ ഗോൾഡ് മെഡൽ, അത് വിക്ടറി സ്റ്റാൻഡിൽ നല്ലൊരു സ്പോർട്സ് താരം കയറി നിൽക്കുന്നത് പോലെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള ചിത്രം ജീവിതം തോൽക്കുന്നതല്ല, പകരം ജയിക്കുന്നതത്രേ. ഒരു വിഷയങ്ങൾക്കും നിങ്ങൾക്ക് തോൽപ്പിപ്പാൻ കഴിയത്തില്ല. തിരുവചനം പറയുന്നു, വിഷയങ്ങളുണ്ട്, തീയുണ്ട്, വെള്ളമുണ്ട്, കൊടുങ്കാറ്റുണ്ട്. യോബിന് നേരെ കൊടുങ്കാറ്റ് കടന്നു വന്നു. ശദ്രക് മേശക് അബേദ്നെഗോവിന് നേരെ തീ കടന്നു വന്നു. സ്തോത്രം. അതെ, യോശുവയ്ക്കും കൂട്ടർക്കും നേരെ കവിഞ്ഞൊഴുക്കുന്നതായ യോർദാൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ വെള്ളത്തെ അവർ തോൽപ്പിച്ചു. ആ എബ്രായ ബാലന്മാർ ആ തീയെ തോൽപ്പിച്ചു. ആ കാറ്റിനെ തോൽപ്പിച്ചു. ഒരു ജീവിതം ദൈവം യോബിന് നൽകി. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാറ്റുണ്ടായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ വെള്ളമുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ അതിന്റെ മുൻപിൽ തോൽക്കുവാൻ പോകുന്നില്ല. പകരം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. അതെ, അതിനെ നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കാരണം പാപത്തെ നിങ്ങൾ തോൽപ്പിക്കുമ്പോൾ, യേശുവിനെ സ്നേഹിച്ച് പാപത്തെ നിങ്ങൾ തോൽപ്പിക്കുമ്പോൾ, എബ്രായർ 12:8, പാപത്തെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കുമ്പോൾ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ, ലോകത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, ലോകത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, പാപത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, ലോകത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, യേശുവിനെ സ്നേഹിക്കുമ്പോൾ, 2 കാര്യത്തെ നിങ്ങൾ വെറുക്കുമ്പോൾ, 1 സ്തോത്രം, അതെ, പാപത്തെ വെറുക്കുമ്പോൾ, 2 ലോകത്തെ വെറുക്കുമ്പോൾ, യേശുവിനെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ജയത്തിന്റെ ജീവിതമാകുന്നു. ആരോ ഇന്ന് പകൽ ലോകത്തെ വെറുക്കേണ്ടതായിട്ടുണ്ട്. ആരോ ഇന്ന് പകൽക്കാലം മുതൽ പാപത്തെ വിട്ട് ഓടേണ്ടതായിട്ടുണ്ട്. പാപത്തെ എതിർക്കേണ്ടതായിട്ടുണ്ട്. പാപത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, ലോകത്തെ നിങ്ങൾ എതിർക്കുമ്പോൾ, നിങ്ങൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാണ്. നിങ്ങളെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന മറ്റുള്ളവരെ പോലെയല്ല, നിങ്ങളുടെ കോളേജ് ക്യാമ്പസിലുള്ള മറ്റുള്ളവരെ പോലെയല്ല, നാട്ടുകാരെ പോലെയല്ല നിങ്ങളായിരിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ നടപ്പ് മാറുന്നു, നിങ്ങളുടെ വാക്ക് മാറുന്നു. നിങ്ങൾ വാക്ക് എന്താണോ നിങ്ങൾ പറയുന്നത് അതനുസരിച്ച് നിങ്ങളുടെ നടപ്പ് ആയിത്തീരുന്നു. പലരുടെയും വാക്കും നടപ്പും 2 എന്നാൽ സ്തോത്രം, നാടകമാകല്ലേ ജീവിതം. എന്താണോ നിങ്ങൾ പറയുന്നത് ആ പറയുന്ന ടോക്ക് അനുസരിച്ച് നിങ്ങളുടെ വാക്ക് ആണെങ്കിൽ, സ്തോത്രം, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ യേശു ഉണ്ടായിരിക്കും. യേശു നിങ്ങളുടെ പടകിലുണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ ജീവിത പടകിലുണ്ടെങ്കിൽ, സ്തോത്രം, കൊടുങ്കാറ്റുണ്ടായിരിക്കും, തിരമാല ഉണ്ടായിരിക്കും. പക്ഷേ സ്തോത്രം, നിങ്ങൾ തോൽക്കത്തില്ല. നിങ്ങൾ എത്തിച്ചേരേണ്ട ഭാഗത്ത് ദൈവത്തിന്റെ പ്രിയാൽ എത്തുക തന്നെ ചെയ്യും. റോമാലേഖനം 8-ാം അധ്യായം, സ്തോത്രം, വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതെ, റൂഫ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ മേൽക്കൂരയാണ് എന്ന് എവറസ്റ്റിനെ അല്ലെങ്കിൽ ഹിമാലയത്തെ കുറിച്ച് പറയുന്നു എങ്കിൽ, ഹിമാലയത്തിന്റെ ഉയർന്ന ഭാഗമാണല്ലോ എവറസ്റ്റ്. പുതിയ നിയമത്തിന്റെ ഒരു എവറസ്റ്റ് ആണ് സ്തോത്രം റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയാം. പുതിയ നിയമത്തിന്റെ ഒരു എവറസ്റ്റ് ആണ് സ്തോത്രം റോമാലേഖനം 8-ാം അധ്യായം. ആ റോമാലേഖനം 8-ാം അധ്യായത്തിൽ സ്തോത്രം, അതെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ജയത്തിന്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ പല വെളിപ്പാടുകൾ പൗലോസ് ഒരു മാല പോലെ കോർത്ത് എഴുതിയിരിക്കുകയാണ്. പൗലോസിന്റെ ഏറ്റവും ഈടുട്ട അധ്യായങ്ങളിലൊന്ന് അല്ലെങ്കിൽ ലേഖനങ്ങളിലൊന്നാണ് റോമാലേഖനവും, വിശേഷിച്ച് റോമാലേഖനം 8-ാം അധ്യായവും. ഞാൻ വീണ്ടും പറയട്ടെ, 13 ലേഖനങ്ങൾ പൗലോസ് എഴുതി. അതിൽ ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള, ഏറ്റവും ശക്തിയുള്ളതായ ഭാഗം
ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ സകല തിയോളജിയന്മാർ, സകല വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയും റോമാലേഖനം 8-ാം അധ്യായമാണ്. കാരണം റോമാലേഖനം 8-ാം അധ്യായം മറ്റ് ഏതൊരു വേദഭാഗത്തെക്കാൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആത്മീയ സത്യങ്ങളാണ് ദൈവകൃപയാൽ സ്തോത്രം അത് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം ഏറ്റവും കൂടുതൽ താലോലിക്കുന്ന, ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതായ ഒരു വേദഭാഗമാണ്. 23-ാം സങ്കീർത്തനം കാണാതെ അറിയാവുന്ന ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. 23-ാം സങ്കീർത്തനം കാണാതെ അറിയാവുന്ന ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. പവർഫുൾ ഹല്ലേലൂയ. 121-ാം സങ്കീർത്തനം കാണാതെ അറിയാവുന്ന ഒരു കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. 121-ാം സങ്കീർത്തനം വണ്ടർഫുൾ ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനം, 119-ാം സങ്കീർത്തനം ഒരു തരം, 119-ാം സങ്കീർത്തനം രണ്ട് തരം. 119-ാം സങ്കീർത്തനം അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. 119-ാം സങ്കീർത്തനം, 119-ാം സങ്കീർത്തനം. സുമാരൻ ബ്രദർ എന്നെ കണ്ടിട്ടേ പോകാവൂ. ഹല്ലേലൂയ സ്തോത്രം. സുമാരൻ ബ്രദറിന് ഈ സർവീസിന് ശേഷം ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. സ്തോത്രം. അതെ, നോക്കണമേ. എന്നിട്ട് അതെ നോക്കണമേ. അപ്പോ ഇങ്ങനെ 91-ാം സങ്കീർത്തനം അറിയാന്നുള്ള ഒരു കരങ്ങൾ ഉയർത്തിയാട്ടെ. അറിയാന്നുള്ള കാണാതെ പറയാൻ പറ്റുന്നവര് 91-ാം സങ്കീർത്തനം പവർഫുൾ ഹല്ലേലൂയ. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. മറ്റു സഭകളെക്കാൾ വ്യത്യസ്തമാണ് നിങ്ങൾ എന്നതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് കർത്താവ് കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെയാണ്. 23-ാം സങ്കീർത്തനം, 121-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം നമ്മൾ കാണാതെ പറയുന്നു. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച 13-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ, ഒരിക്കൽ കൂടെ 13-ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ മിക്കവാറും പേര് ഉരുവിടുന്ന സങ്കീർത്തനമായിരിക്കാം. സ്തോത്രം. അതെ, ഏത് 91-ാം സങ്കീർത്തനം. ചില വേദഭാഗങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് എന്നതുപോലെ, ചില വേദഭാഗങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ താലോലിക്കുന്നു എന്നതുപോലെ 91-ാം സങ്കീർത്തനവും 121-ാം സങ്കീർത്തനവും അതുപോലെ 23-ാം സങ്കീർത്തനം പോലെ നിങ്ങൾ കാണാതെ പഠിക്കാൻ ആവശ്യമല്ല, അത്യാവശ്യമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് റോമാലേഖനം 8-ാം അധ്യായം. സോ ഇന്ന് മുതൽ ദൈവകൃപയാൽ റോമാലേഖനം 8-ാം അധ്യായം നിങ്ങൾ കാണാതെ പഠിക്കുന്നെങ്കിൽ അത് പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത്ര പവർഫുൾ ആയിട്ടുള്ള, അത്ര ശക്തമായിട്ടുള്ള, ലോകത്തിൽ എവറസ്റ്റ് എന്നതുപോലെ ഏറ്റവും ഉന്നതമായ ആത്മീയ സത്യമാണ്. കൂടെ കേൾക്കേണ്ടതാണ് റോമാലേഖനം 8-ാം അധ്യായം. ആമേൻ. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സോ ജയ ജീവിതത്തിന് വേണ്ടിയുള്ളതായ 7 പവർഫുൾ ട്രൂത്ത്, 7 ഉന്നതമായ വെളിപ്പാടുകൾ ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ. നിങ്ങളുടെ ജീവിതം തോൽക്കാനുള്ളതല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും തലകൊഞ്ഞു പോകത്തില്ല. നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള ഉലച്ചിലുകളും തകർച്ചകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അടുത്ത സെക്കൻഡിൽ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവത്തിന് അല്പം സ്പേസ് കൊടുക്കുക. ദൈവത്തിന് ചില ദിവസങ്ങൾ കൊടുക്കുക. അത് കഴിയുമ്പോൾ ഒരു ഫിനിക്സ് പക്ഷി ഉയരുന്നത് പോലെ കഴിഞ്ഞ തലങ്ങളിൽ നിങ്ങൾ നിന്നിട്ടില്ലാത്ത ക്രമത്തിൽ നിങ്ങൾ ഉന്നതമായി മാനിക്കപ്പെടും, ഉന്നതമായി ഉയർത്തപ്പെടും. ഹല്ലേലൂയ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. ആരൊക്കെയോ ഈ ദിവസങ്ങളിൽ ഭീഷണികളിലൂടെ പോകുന്നുണ്ടായിരിക്കാം, പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടായിരിക്കാം, പരീക്ഷകളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. സ്തോത്രം. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു വലിയ ഉയർച്ചയുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. Therefore God lifted him. അതുകൊണ്ട് എല്ലാവരും ശബ്ദം ഉയർത്തിയാട്ടെ. അതുകൊണ്ട് അവൻ ഏതാണ്ട് വില കൊടുത്തു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. അതുപോലെ നിങ്ങൾ വില കൊടുത്തു, നിങ്ങൾ കരഞ്ഞു, നിങ്ങൾ ഉപവസിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് so there is a gap. ദൈവത്തിന് കൊടുക്കുന്നതായ ഒരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഈ തലത്തിലായിരിക്കത്തില്ല നിങ്ങൾ. In Jesus name. ഹല്ലേലൂയ. ഈ തലത്തിലായിരിക്കത്തില്ല, ഈ അവസ്ഥയിലായിരിക്കത്തില്ല. അവസ്ഥകളും അനുഭവങ്ങളും ഒക്കെ ഭയങ്കരമായി മാറ്റം വരും. വലിയ മാറ്റം നിങ്ങളുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ നമുക്ക് പൂർണ്ണ ജയമുണ്ട്. പൂർണ്ണ ജയം. എല്ലാവരും പറഞ്ഞ എന്തോ ജയം? പൂർണ്ണ ജയം. ഒന്നിൽ തോറ്റ് മറ്റതിൽ മാത്രമല്ല ജയം. ചിലതിലൊക്കെ തോറ്റിട്ട് ചിലതിൽ മാത്രമല്ല ജയം. നോ, അതല്ല കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 10:10 വായിക്കുമ്പോൾ ജീവനും സമൃദ്ധിയായ ജീവനും, മീനിങ് സ്തോത്രം, അതെ, ഒരു ഫുൾനെസ് അതിൽ കാണുവാൻ തൊക്കെ കഴിയും. അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ജയ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ വിക്ടറിയാണ് പ്രോമിസ് ചെയ്യുന്നത്. ചിലതിൽ തോറ്റ് ചിലതിൽ ജയിക്കുന്നവരല്ല, ചിലതിൽ കരഞ്ഞ് ചിലതിൽ ചിരിക്കുന്നവരല്ല. സകല വിഷയങ്ങളിലും നിങ്ങൾക്കൊരു ജയമുണ്ടായിരിക്കും. ആമേൻ.
സകല വിഷയങ്ങളിൽ നിങ്ങൾക്ക് ജയമുണ്ടായിരിക്കുക. അയ്യോ ബ്രദർ, ഇതൊരു 10 വർഷം മുമ്പ് കേൾക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 25 വർഷം മുമ്പ് കേൾക്കേണ്ടതായിരുന്നു. കാരണം അതിനിടയ്ക്ക് എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റി, എനിക്ക് ഒത്തിരി വേസ്റ്റ് എക്സ്പീരിയൻസസ് ഉണ്ടായി, ഒത്തിരി വേസ്റ്റ് ചോയ്സസ് ഞാൻ എടുത്തു. ആ വേസ്റ്റ് ഞാൻ എടുക്കാതിരുന്നെങ്കിൽ ബെസ്റ്റ് നിങ്ങൾ പറയുന്നത് പോലെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇതാ ഞാൻ വേസ്റ്റിൽ വീണുപോയല്ലോ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഏറ്റവും വേസ്റ്റിൽ നിന്ന് ഏറ്റവും ബെസ്റ്റിനെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പറ്റും. ഏറ്റവും വേസ്റ്റിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറപ്പെടുവിക്കാൻ ദൈവത്തിന് പറ്റും. എത്ര പേർ ആമേൻ പറഞ്ഞു അതിന്? അതെങ്ങനെയാ പറയാൻ പറ്റുന്നേ? അതെങ്ങനെയാ പറയുന്നേ? അതിന് വാക്യമുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു പ്രസംഗത്തിന്റെ ഇതുപോലൊരു ടീച്ചിങ്ങിന്റെ ഓരോ സെന്റൻസും ഓരോ റെഫറൻസ് ആയിരിക്കണം. സ്തോത്രം. ബെസ്റ്റ് എക്സാമ്പിൾ, വേസ്റ്റിൽ നിന്ന് ദൈവത്തിന് ബെസ്റ്റ് കൊണ്ടുവരാൻ കഴിയും. എന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബെർശേബ ദാവീദിന്റെ ബന്ധം. ബെർശേബയും ദാവീദിന്റെ ബന്ധം, സ്തോത്രം, പഴയ നിയമത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളൊന്നാണ്. ഒരിക്കൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ബെർശേബയും ദാവീദും തമ്മിലുള്ള ബന്ധം. വേസ്റ്റ് ആണ്, മോശമാണ്. പക്ഷെ ആ വേസ്റ്റിൽ നിന്ന് ഏറ്റവും ബുദ്ധിമാനായ ബെസ്റ്റ് സോളമനെ ദൈവം പുറത്തെടുത്തു എങ്കിൽ, ആ വേസ്റ്റിൽ നിന്ന് ഏറ്റവും ബുദ്ധിമാനായ ഒരു സോളമനെ ദൈവം പുറത്തെടുത്തുവെങ്കിൽ, ഒരു ശലോമോനെ ദൈവം പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, നിങ്ങൾക്ക് അബദ്ധം പറ്റും, പക്ഷെ ദൈവത്തിന് അബദ്ധം പറ്റുകയില്ല. നിങ്ങളുടെ തീരുമാനങ്ങൾ മോശമായി കാണാം, നിങ്ങളുടെ ചോയ്സസ് മോശമായി കാണാം, നിങ്ങൾ പലതിൽ സ്തോത്രം തോറ്റവരാണ്. പക്ഷേ ആ തോറ്റതിൽ വെള്ളപൂശാതെ, ആ തോറ്റതിൽ കിടന്നുരുളാതെ, പകരം ദൈവത്തിന് മുൻപിൽ, കൗൺസിലേഴ്സിന്റെ മുൻപിലല്ല, അഡ്വക്കേറ്റിന് മുൻപിലല്ല, മറ്റാരുടെങ്കിലും മുൻപിലല്ല, നോട്ട് ഈവൻ ദൈവദാസന്മാരുടെ മുൻപിലല്ല, പറയേണ്ടവനോട് നിങ്ങൾ പറയുമ്പോൾ, പക്ഷെ എനിക്കിത് അബദ്ധം പറ്റിപ്പോയി, നീ ഒന്ന് കൈകാര്യം ചെയ്യണമേ, നിന്റെ കരം ചലിക്കണമേ. നീ ഇത് എന്റെ കരം ചലിച്ചാൽ ഞാൻ കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് പോകത്തേയുള്ളൂ. ഞാൻ പറയുന്നതെല്ലാം തെറ്റുന്നു, എന്റെ തീരുമാനം വേസ്റ്റായി പോകുന്നു, എന്റെ അവസ്ഥകൾക്ക് ഞാൻ പറഞ്ഞ സംഭവം ശരിയാകത്തില്ല. എന്നാൽ അങ്ങയുടെ കരത്തിൽ ഈ വിഷയത്തെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങയുടെ കരത്തിൽ എന്റെ വിഷയത്തെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, യേശുവിൻ നാമത്തിൽ, അടുത്ത സെന്റൻസ് പ്രൊഫസിയാണ്, നിന്റെ അലങ്കോലങ്ങളെ അലങ്കാരങ്ങളാക്കി. നിന്റെ അലങ്കോലങ്ങളെ അലങ്കാരങ്ങളാക്കി ദൈവം തീർക്കുക. സോ വേസ്റ്റിൽ നിന്ന് ബെസ്റ്റിനെ തീർക്കുവാൻ ദൈവത്തിന് കഴിയുക. ആമേൻ. രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. പെട്ടെന്ന് പറഞ്ഞേ. ഉറങ്ങിയിരിക്കുന്ന അങ്കിളിനെ തട്ടി എണിപ്പിച്ച് പറ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ജീവിതം തോൽക്കാനുള്ളതല്ല, ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തുമില്ല. ജീവിതം തോൽക്കാനുള്ളതല്ല. ഒരു വിഷയങ്ങൾക്ക്, ഒരു വ്യക്തികൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ തക്കോണം കഴിയത്തില്ല. നിങ്ങൾ ജയിച്ച് ജീവിക്കാം. ഓ, ആരും കേട്ടില്ല? ഒരു കൂടെ എങ്ങനെ ജീവിക്കും? ജയിച്ച് ജീവിക്കും. വിശ്വാസമുള്ള 2 കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ച. ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ഇങ്ങനെ അങ്ങ് പോകുന്നു. നോ, അങ്ങ് പോകല്ല, ജയിച്ച് ജീവിക്കുന്നു. ഗോയിങ് ഓൺ. നോ, ബ്രേക്ക് പൊട്ടിയ വണ്ടി പോലെ പോകുന്നു. നോ, അതല്ല. ഹീസ് ഇൻ കൺട്രോൾ. അവൻ എൻ്റെ രാജാവാ, എൻ്റെ സിംഹാസനത്തിൽ അവനാ. അവൻ ജയിച്ച് ജീവിക്കുക. അതുകൊണ്ട് ഞാൻ ജയിച്ച് ജീവിക്കുന്നു. സോ ഇന്ന് ഈ സഭായോഗത്തിന് പുതിയൊരു ചിത്രം തന്നുവിടുകയാണ്. പൈസ തരണ്ട, ഫ്രീ ആണ്. ജീവിതത്തെക്കുറിച്ചൊരു പുതിയൊരു ചിത്രം, ജീവിതത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാടുണ്ടാകണം. ഞാൻ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. ഉറങ്ങിയിരുന്ന അങ്കിൾ ഇപ്പോഴാണ് കണ്ണു പറഞ്ഞത്. പഴയ സഖാവായിരിക്കും. സ്തോത്രം. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. കാരണം ഇത് തോറ്റവന്മാരുടെ പുസ്തകമല്ല, ഇത് ജയിച്ചവന്റെ പുസ്തകം. സോ ഇൻട്രഡക്ഷനോടെ നമുക്ക് ആരംഭിക്കാം. സ്തോത്രം. ക്രിസ്തു യേശുവിൽ ഇതിലൊക്കെയും നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വൈ? എന്തുകൊണ്ടാണ് പൂർണ്ണ ജയം പ്രാപിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം സ്തോത്രം 1-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. റോമർ 8:1. ഒന്നാമത്തെ റീസൺ അതാണ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. അതുകൊണ്ട്
ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. രണ്ടാം ഭാഗം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. സ്തോത്രം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. So therefore now no condemnation to them which are in Christ Jesus who walk not after flesh but after spirit. സ്തോത്രം. അതെ, ജഡത്തെ അനുസരിച്ചല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് തന്നെ ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ശിക്ഷാവിധി ആർക്കാ ഇല്ലാത്തത്? ജഡപ്രകാരമല്ല. ചർച്ചിൽ വന്നിട്ട് തിങ്കൾ മുതൽ ശനി വരെ തോന്നുന്നത് പോലെ നടക്കുന്നവരല്ല. സ്തോത്രം. ഞായറാഴ്ച വന്ന് 2 പാട്ട് പാടിയിട്ട് അതെ ബാക്കി ദിവസങ്ങൾ ആവശ്യമില്ലാത്തത് പറഞ്ഞും പാടിയും നടക്കുന്നവർക്കല്ല. ആർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്? വഞ്ചിക്കപ്പെടല്ല, തോന്നുന്നത് പോലെ നടക്കുന്നവരല്ല, ബുദ്ധിയിൽ ആശ്രയിക്കുന്നവരല്ല, ജഡത്തിൽ ആശ്രയിക്കുന്നവരല്ല, ജീവിതത്തിൽ എന്തൊക്കെയോ ചുറ്റിക്കളി ഉള്ളവർക്കല്ല. പകരം ആത്മാവിൽ നടക്കുന്നവർക്ക് തന്നെ ഒരു ശിക്ഷാവിധിയുമില്ല. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. 2 കൂട്ടരെ ആ ഒറ്റ വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. Those who are walking in the flesh and those who are walking in the spirit. ജഡത്തിൽ നടക്കുന്നവർ, ആത്മാവിൽ നടക്കുന്നവർ. സ്തോത്രം. ജഡത്തിൽ നടക്കുന്നവർ യേശു ഇല്ലാത്തവർ, എന്നാൽ ആത്മാവിൽ നടക്കുന്നവർ യേശു ഉള്ളവർ. യേശുവിനുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, നിങ്ങൾ നടക്കേണ്ടത് തോന്നിയതുപോലെയല്ല, നിങ്ങൾ നടക്കേണ്ടത് നാട്ടുകാരെ പോലെയല്ല, നിങ്ങൾ നടക്കുന്നത് രക്ഷിക്കപ്പെടാത്ത കൊച്ചപ്പം പറയുന്ന കുഞ്ഞമ്മ പറയുന്ന വാക്ക് കേട്ടിട്ടല്ല. പകരം നിങ്ങൾ നടക്കേണ്ടത് ദൈവത്തിന്റെ വചനപ്രകാരമാണ്. നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത്, നിങ്ങൾ സ്തോത്രം നടക്കേണ്ടത്. അങ്ങനെയെങ്കിൽ സ്തോത്രം നിങ്ങൾ ഒരിക്കലും തോറ്റുപോകത്തില്ല. സോ തിരുവചനം പറയുന്നു, those who are in Christ Jesus, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്പർ 1 എഴുതിയെടുക്കണം. ശിക്ഷാവിധി ഇല്ലാത്തത്, ഹൈഫൻ ഇട്ട് എഴുതണം. രക്ഷിക്കപ്പെട്ടവർ. രക്ഷിക്കപ്പെടുന്നതോടെ ജയം ആരംഭിക്കുകയാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതോടെ ജയം ആരംഭിക്കുകയാണ്. 1-ാം സമ്മാനം ലോട്ടറി ടിക്കറ്റുകൾ ലഭിച്ച 1-ാം സമ്മാനം കിട്ടുന്ന ലോട്ടറി ടിക്കറ്റ് വരുന്നതോടെയല്ല ജയം ആരംഭിക്കുന്നത്. അമേരിക്കൻ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് കൊണ്ടോ യൂറോപ്പിൽ ഷെങ്കൻ വിസ അനുസരിച്ച് പോകുന്നത് കൊണ്ടല്ല ജയം ആരംഭിക്കുന്നത്. വലിയ ഡിഗ്രി കിട്ടുന്നത് കൊണ്ടല്ല, കോടികളെ സമ്പാദ്യമല്ല. അതൊക്കെ ജീവിതത്തിന് അപൂർവമാണ്. അതൊക്കെ ചിലപ്പോൾ ലഭിച്ചിട്ടും ഒത്തിരി പേർ തോറ്റുപോയിട്ടുണ്ട്. പക്ഷേ സഹോദരി സഹോദരന്മാരെ, യേശു ജീവിതത്തിൽ വന്ന് യേശുവിൽ ജീവിക്കുന്ന ആരാണുള്ള അവർ തോറ്റിട്ടില്ല, അവർ തോൽക്കാൻ കർത്താവ് സമ്മതിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. സോ യേശു കടന്നു വരുമ്പോൾ വലിയൊരു ചരിത്രം നിങ്ങളിൽ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടെ, യേശു കടന്നു വരുന്നതോടെ പുതിയൊരു ചരിത്രം നിങ്ങളിൽ ആരംഭിക്കുകയാണ്. ലൂക്കോസ് എന്ന ഡോക്ടർ, ലൂക്കോസ് എന്ന വൈദ്യൻ 2 ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ടായി. 1 ലൂക്കോസ് വിശേഷം, 2 അപ്പോസ്തല പ്രവൃത്തി. 2 ചരിത്രം. 1 ലൂക്കോസ് വിശേഷം. ലൂക്കോസ് വിശേഷം യേശു വന്ന ചരിത്രം. അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവ് വന്ന ചരിത്രം. ഒരിക്കൽ കൂടെ, ലൂക്കോസ് വിശേഷം യേശു വന്ന ചരിത്രം, അപ്പോസ്തല പ്രവൃത്തി പരിശുദ്ധാത്മാവ് വന്ന ചരിത്രം. ഇതുപോലെ 2 ഇൻവേഷൻ നിങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ 2 അതേ ചരിത്രം നിങ്ങളിൽ ഉണ്ടാകുന്നു. 1 യേശു കർത്താവ് നിങ്ങളിൽ കടന്നു വരുന്നു. യേശു നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞേ. യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നിൽ. കാരണം യേശു നിങ്ങളിൽ വരുമ്പോൾ നരഭോജികളാകുന്ന നിങ്ങൾ നരസ്നേഹികളായി തീരുന്നു. യേശു നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിൽ മാറ്റമുണ്ടാകുന്നു, നിങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. നമ്പർ 2 പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് മാറ്റം സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കർത്താവിന്റെ സാക്ഷികളാകുന്നു. നിങ്ങൾ അവരോട് സുവിശേഷം പറയുന്നു, നിങ്ങൾ പ്രൊഫസ് ചെയ്യുന്നു, നിങ്ങൾ അന്യഭാഷ വ്യാഖ്യാനിച്ച് മറ്റുള്ളവരോട് ദൂത് പറയുന്നു, നിങ്ങൾ കൈവച്ച് രോഗികളെ സൗഖ്യമാക്കുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവുള്ള എല്ലാവരും ദൈവത്തിന്റെ ചാനലുകളാണ്. ഓ, കേട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ അനോയിന്റിംഗിൽ, അഭിഷേകത്തിൽ, വരങ്ങളിൽ നിറയപ്പെട്ടിരിക്കുന്ന സകലരും ആയിരങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്ന ദൈവത്തിന്റെ ചാനലുകളാണ്. സോ യേശു നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിൽ മാറ്റം വരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളിലൂടെ മാറ്റം വരുന്നു. ഡോക്ടർ ലൂക്കോസ് എഴുതിയത് എത്രയോ വാസ്തവമാണ്. 2 ചരിത്രം എഴുതി. 1 യേശു വന്നപ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടായി. 2 പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിങ്ങളിലൂടെ മാറ്റമുണ്ടായി. ലൂക്കോസ് വിശേഷം 1-ാമത്തെ ചരിത്രം, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ ചരിത്രം. ലൂക്കോസ് വിശേഷം 1:1 അപ്പോസ്തല പ്രവൃത്തി 1:1 നിങ്ങൾ വായിക്കുമ്പോൾ 2 സിമിലർ ആണ്. 2 ചരിത്രം എന്ന്
എന്ന് തന്നെ തിരുവചനം പറയുന്നു. സോ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇമ്മാനുവേലാകുന്ന കർത്താവ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് തന്റെ പാദസ്പർശനം ചെയ്തപ്പോൾ, അഥവാ യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ചരിത്രം BC എന്ന AD എന്ന രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ പാപം മാറി, പകരം നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. അനീതി പോയിട്ട് നീതി പ്രാപിക്കുന്നു. താഴ്ച മാറി ജീവിതം ഉയർച്ചപ്പെടുന്നു. താഴ്ത്തപ്പെടാതെ ജീവിതം മാനിക്കപ്പെടുന്നു. അതേ, ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്ക് കടന്നു വരുന്നു. ശാപം തകരുന്നു, പകരം അനുഗ്രഹം കടന്നു വരുന്നു. തോൽവി മാറി പകരം ജയമുണ്ടാകുന്നു. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ജയം ജയം ജയമുണ്ടാകട്ടെ. ജയം ജയം. ഹല്ലേലൂയ. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ചാൽ. നമ്പർ 1, രക്ഷിക്കപ്പെട്ടോ ജയ ജീവിതം ആരംഭിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞ് ക്രിസ്തു യേശുവിൽ നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നാളെ ഞാൻ തോറ്റ് നിൽക്കുന്നത് നിങ്ങൾ കാണത്തില്ല. നിങ്ങൾ തോറ്റ് എന്റെ മുമ്പിലും വരത്തില്ല. നമ്മൾ ഒരുമിച്ച് ജയിക്കത്തേയുള്ളൂ. ജയിച്ചവരുടെ യോഗമാണ് സഭായോഗം. ജയിച്ചവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഈ ലോകത്തിലാകട്ടെ വരുവാനുള്ള ലോകത്തിലാകട്ടെ ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്പർ 2, 2-ാം വാക്യമാണ്. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. 2 കൂട്ടരെ കുറിച്ചാണ് 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. ക്രിസ്തു യേശുവിലുള്ളവർ, ക്രിസ്തു യേശുവിൽ ഇല്ലാത്തവർ. സ്തോത്രം. അത് ആത്മാവിലനുസരിച്ച് നടക്കുന്നവർ, ജഡത്തിലനുസരിച്ച് നടക്കുന്നവർ. ഇവിടെ ഇതാ 2 പ്രമാണങ്ങളെ കുറിച്ച് പറയുന്നു. ഒരു പാരലാണ്. യൂഫ്രട്ടീസും ടൈഗ്രീസും എന്നതുപോലെ ഒരു പാരലായി 2 കൂട്ടരെ കുറിച്ചാണ് ഇന്ന് പകൽ ഈ 7 പോയിന്റിലും എനിക്ക് പറയാനുള്ളത്. 2 കൂട്ടരെ കുറിച്ച് നോക്ക്. ഇവിടെ ഇതാ 2 പ്രമാണം. ആദ്യം 2 കൂട്ടർ, ഇവിടെ ഇതാ 2 പ്രമാണം. ഏത് പ്രമാണമാണ്? ഒന്ന് ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം, മറ്റത് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞ മക്കളെ, എന്താണ് ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം? പിന്നെ ഏതിൽ നിന്ന്? പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമുക്കൊരു പ്രമാണമുണ്ട്. ഡോക്ടർ BR അംബേദ്കർ എഴുതപ്പെട്ടതായ നിയമാവലി അനുസരിച്ച് ഈ രാജ്യത്തിൽ നീതിന്യായ വകുപ്പ് അതേ പ്രവർത്തിക്കുന്നു എന്നതുപോലെ നിങ്ങൾ തോന്നിയ രീതിയിലല്ല, ദൈവിക പ്രമാണത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ദൈവിക പ്രമാണത്തിലാണ് ജീവിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, ജൈവിക പ്രമാണത്തിൽ ജീവിക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹം നിങ്ങളെ തേടി വരുന്നത്. കേട്ടിട്ടില്ലേ? നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരും. അപ്പോ എങ്ങനെ ജീവിക്കുന്നു? നമ്മൾ ദൈവത്തിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്നു. ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ചിലർ കണ്ടിട്ടേ ഉള്ളൂ, കയറിയിട്ടില്ല. സ്തോത്രം. ഓട്ടോറിക്ഷ നിങ്ങളുടെ വീട്ടിൽ വരും, പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ വരത്തില്ല. ട്രെയിൻ വരണമെങ്കിൽ ട്രാക്കിലൂടെ മാത്രമേ ട്രെയിൻ വരത്തുള്ളൂ. ആത്മാവിന്റെയും സ്തോത്രം ജീവന്റെയും ആത്മാവിന്റെ പ്രമാണം, ജീവന്റെയും ആത്മാവിന്റെ പ്രമാണം എന്ന ട്രാക്കിൽ നിൽക്കുന്നവനെ തേടി മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം വരത്തുള്ളൂ. രണ്ടുപേരെ തൊട്ടവർ ആ ട്രാക്ക് മാറല്ലേ, പെട്ടെന്ന് പറഞ്ഞേ, ട്രാക്ക് മാറല്ലേ. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളെ തേടി വരണമെങ്കിൽ ഏതോ പ്രവാചകൻ, ഏതോ ദൈവദാസൻ നിങ്ങൾ നോക്കി പറഞ്ഞതായ ദൈവത്തിന്റെ വാഗ്ദത്തം ലൈഫിൽ വന്നിട്ടില്ലെങ്കിൽ കറക്റ്റ് യുവർസെൽഫ്, ടേക്ക് കെയർ യുവർസെൽഫ്. നിങ്ങളെ തന്നെ നോക്കിയാട്ടെ. ആ ട്രാക്കിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, ഞാൻ നിൽക്കുന്നെങ്കിൽ, സഭ നിൽക്കുന്നെങ്കിൽ, കുടുംബം നിൽക്കുന്നെങ്കിൽ, അങ്ങനെ നിൽക്കുന്നെങ്കിൽ മാത്രമേ ആ അനുഗ്രഹത്തിന് നിങ്ങളെ തേടി വരാൻ പറ്റത്തുള്ളൂ. നാം നിൽക്കേണ്ടത് സ്തോത്രം ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിൽ ജീവിച്ചാൽ സ്തോത്രം തിരുവചനം പറയുന്നു, പാപം മാത്രമല്ല ഈവൻ മരണത്തിന് പോലും നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. മരണത്തിന് പോലും നിങ്ങളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല. അതിനർത്ഥം ജയിച്ചവന്റെ പ്രത്യേകത, അവൻ മരണത്തെ പോലും പേടിക്കത്തില്ല. മരണത്തെ പോലും പേടിക്കത്തില്ല. കോവിഡ് കാലത്ത് എന്തോ പേടിയായിരുന്നു. അയ്യോ, എന്തോ പേടിച്ചാകാൻ ഇത്രയും പേടിയുണ്ട്. 1 മാസ്ക് പറ്റത്തില്ല, 2 മാസ്ക്, ഡബിൾ മാസ്ക്. സ്തോത്രം. കോവിഡ് ഫസ്റ്റ് വേവ് കഴിഞ്ഞപ്പോഴും മുതൽ ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ള എല്ലായിടത്തും സിംഗിൾ മാസ്ക് ആയപ്പോൾ ഇവിടെ 2 മാസ്ക്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനെ മരിക്കാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു 2 മാസ്ക് ഇടണമെന്ന്. എന്നാൽ നമുക്കൊരു നല്ല നേതാവുണ്ട്. സ്തോത്രം. ലോക്കൽ നേതാവല്ല, നമുക്ക് നല്ലൊരു നേതാവുണ്ട്. നമുക്കൊരു നല്ല നേതാവുണ്ട്. മരണത്തെയും പാതാളത്തെയും ജയിച്ച നേതാവ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട
ദൈവമക്കൾ കേൾക്കണം, നിങ്ങളുടെ നേതാവ് കെ നാനാരല്ല, കെ കരുണാകരനല്ല, മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവാണ്. യേശു കർത്താവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ഒരു സിംഹം ഒരു ഗുഹയിൽ കയറി ഉറങ്ങാൻ കിടക്കുന്നത് കണ്ടിട്ട് അസൂയക്കാരനായ ചെലന്തി പറഞ്ഞു, ഞാൻ അവനെ ഇന്ന് രാത്രി പൂട്ടും. സിംഹം സ്തോത്രം ഗുഹയിൽ കയറി ഉറങ്ങാൻ കിടന്നപ്പോ ആര് പറഞ്ഞു? ചെലന്തി. എല്ലാവരും പറഞ്ഞാട്ടെ, ആര് പറഞ്ഞു? ചെലന്തി പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി യവനെ പൂട്ടും. ചെലന്തി രാത്രി മുഴുവൻ സ്തോത്ര ഉറക്കം ഉണർന്ന് യവനെ പൂട്ടിക്കൊണ്ടിരുന്നു. ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ നമ്മളെ പൂട്ടാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. സ്തോത്ര പച്ച നിറത്തിലും കാവ്യ നിറത്തിലും ഒക്കെ പലരും, പക്ഷെ അവർ ടൈം വേസ്റ്റ് ചെയ്യുക, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുക. കാര്യം എന്താണെന്ന് രാവിലെ ആയി സൂര്യപ്രകാശം വന്നപ്പോഴേക്കും സൂര്യൻ കണ്ണു തുറന്നു. സൂര്യനെ ഈ ചെലന്തി, നമുക്കാണെങ്കിൽ ഉറക്കണീറ്റ് അവർ 2.5 മണിക്കൂർ എടുക്കും നേരെ ചുറ്റുമുള്ള ആൾക്കാരെയും സാധനങ്ങളൊക്കെ കാണാൻ. സ്തോത്രം. അതുകൊണ്ടാണ് ബെഡ്റൂമിലുള്ളത് പലതിനെ തട്ടിത്തെറിപ്പിച്ച് നമ്മളെ ഫുട്ബോൾ കളിക്കുന്നത്. സോ ഇതുപോലെ സ്തോത്രം സൂര്യൻ പ്രകാശം കണ്ണിൽ ഗുഹയിൽ വന്നപ്പോൾ സിംഹം കണ്ണു തുറന്നു. എന്നിട്ട് സിംഹം ഉണ്ടല്ലോ, നേരത്തെ ഒരു ആൻറ്റി ഇട്ടതുപോലെ വലിയൊരു കോട്ടുവായു ഇട്ടു. ആ കോട്ടുവായു ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റ് പോലെ, ഒരു ടൊർണാഡോ പോലെ ആ ചെലന്തി വലത്തെ 12 കഷണമായി ചെതറിപ്പിച്ചു. ചെലന്തി തെറിച്ചുപോയി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടേ എന്നറിയാതെ സിംഹം പുറത്തേക്ക് വന്നതുപോലെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പേര് മരണപാശങ്ങളിട്ട് പൂട്ടിയപ്പോ യഹൂദ ഗോത്രത്തിലെ സിംഹം മരണത്തെയും പാതാളത്തെയും പൊളിച്ചവൻ പുറത്തു വന്നു. യേശു കർത്താവ് പുറത്തു വന്നു. ദൂതന്മാർ പറഞ്ഞു, ആരിവിടെ ഇല്ല. യോസഫിന്റെ മുൻപിൽ യോസഫിന്റെ സഹോദരന്മാരാകുന്ന 10 കള്ളസാക്ഷികൾ ആ കീറ്റ തുണിയെ സ്തോത്രം പൊക്കി കാണിച്ചിട്ട് ഇപ്രകാരം യാക്കോബിനോട് പറഞ്ഞു, നോക്ക്, നിന്റെ മകൻ യോസഫ് മരിച്ചുപോയി. ഇതാ നിന്റെ മകൻ യോസഫ് മരിച്ചുപോയി. തുണി ഉയർത്തി കാണിച്ചിട്ട് 10 കള്ളസാക്ഷികൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രൂഫ് ഉണ്ട്. മറ്റുള്ളവരെ തുലയ്ക്കാനുള്ള പ്രൂഫ് വെച്ചിട്ടിരിക്കുന്ന ഏതവരെ ഉണ്ടെങ്കിൽ പറയണം, നീ നിന്റെ സന്താനവും. ഓ കുഞ്ഞെ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രൂഫ്. അമ്മാമ്മയുടെ പ്രൂഫ് ഉണ്ടായിരുന്നു. പൊത്തിഫറയുടെ അതേ സ്തോത്രം ഭാര്യയുടെ കയ്യില് പ്രൂഫ് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. അവൻ എന്നെ കയറി പിടിച്ചെന്ന് പറയാം, പ്രൂഫ് ഉണ്ട്. എന്റെ ഫോണിൽ പ്രൂഫ് ഉണ്ട്. സ്തോത്രം തൊലയാൻ വേറെ ഒന്നും വേണ്ട. മറ്റുള്ളവരെതിരെ പ്രൂഫ് വെച്ചിട്ട് കിടക്കുന്ന ഏതോ ചേച്ചിമാർ എന്നെ കേൾക്കുന്നു. ഇന്ന് ഡിലീറ്റ് ചെയ്യണം ഈ മീറ്റിംഗ് കഴിയുമ്പോ, നിന്റെ ലൈഫ് നന്നാകണമെങ്കിൽ, മറ്റുള്ളവനെ പൂട്ടാൻ. യേശു കർത്താവ് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന്റെ ചരക്കൊന്നും എന്റെ ഫോണിൽ ഇല്ല. മറ്റുള്ളവനെ പൂട്ടാനുള്ളതൊന്നും നിന്റെ പോയിൽ ഇരിക്കല്ലേ. അവന്റെ ഇന്ന ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവന്റെ ഇന്ന ഡോക്യുമെന്റ് എന്റെ ഉണ്ട്. നരകത്തൊന്നും ഒരു ഭൂതം വരണ്ട. നിന്റെ ലൈഫ് തോറ്റുപോകും. പക്ഷെ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, ജീവിതം തോൽക്കാനുള്ളതല്ല, ജീവിതം ജയിക്കാനുള്ളതാണ്. ഈ പോസ്റ്റ്മാൻ ലെറ്ററുമായിട്ട് വരുമ്പോൾ അറിയാം ഏത് വീട്ടിലേക്കാ ഇത് കൊടുക്കാനുള്ളത്. സോ ഇതുപോലെ ഈ പ്രൂഫും കാര്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ സെക്കൻഡിൽ ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. റിയലി. കാരണം നമ്മൾ ഇന്നലെയോ നല്ല തുടങ്ങിയോ കുറേ കാലമായി നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട്. വളരെ കറക്റ്റായി നീ തൊലഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നിന്റെ ലൈഫ് കുത്തുപാള. ഈ ശൗലിന്റെ വസ്ത്രാഗ്രം ദാവീദ് മുറിച്ചെടുത്തു. പക്ഷെ പിന്നത്തേതിൽ അവൻ എറിഞ്ഞു കൊള്ളഞ്ഞത് കൊണ്ടാണ് അവന്റെ സിംഹാസനത്തെ ദൈവം സ്ഥിരമാക്കിയിരുന്നത്. അപ്പൊ മക്കളെ അതുണ്ടായിരുന്നെങ്കിലോ, മക്കളെ എപ്പോ അപ്പച്ചൻ സ്വർഗത്തിലെ അപ്പച്ചൻ അവനെ സസ്പെൻഡ് ചെയ്ത് വീട്ടിൽ അയച്ചെന്ന് ചോദിച്ചാൽ മതി. പലതിന്റെ ഈ പൊസിഷൻ തെറിക്കുന്നത്, വല്ലവനെയും തുലയ്ക്കുന്നത് നിന്റെ കയ്യിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. നിന്റെ കയ്യിലിരിപ്പ് ശരിയാക്ക, ജീവിതം തോറ്റുപോകത്തില്ല. ഞാൻ പറഞ്ഞത് യോസഫിന്റെ തുണിയെ കുറിച്ചാണല്ലോ. സ്തോത്രം. യോസഫിന്റെ തുണി പൊക്കിയിട്ട് യോസഫിന്റെ കീറി പറഞ്ഞതായ വസ്ത്രം കാണിച്ചിട്ട് പറഞ്ഞു, നോക്ക് സ്തോത്രം, നിന്റെ മകൻ യോസഫ് മരിച്ചുപോയി. പക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അരിമത്തിലെ യോസഫിന്റെ കല്ലറയിൽ ചെതറിക്കിടക്കുന്ന വസ്ത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ദൂതൻ പറഞ്ഞു, അവനിവിടെ ഇല്ല, അവൻ മരിച്ചുള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ.
യെസ്, കള്ളസാക്ഷികൾ തുണി കാണിച്ചിട്ട് അവൻ ചത്തുപോയെന്ന് പറഞ്ഞപ്പോ വസ്ത്രത്തെ കാണിച്ചിട്ട്, ചിതറിക്കിടക്കുന്ന വസ്ത്രത്തെ കാണിച്ചിട്ട് സ്തോത്രം ദൂതന്മാർ പറഞ്ഞു അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്. ആ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവിൽ വിശ്വസിക്കുന്നവനാണോ മരണം കണ്ടാൽ പോലും അവൻ പേടിക്കത്തില്ല. മരണം വന്നാൽ പോലും നീ പേടിക്കത്തില്ല. മരണത്തിന് താഴെയാണ് ക്യാൻസർ, മരണത്തിന് താഴെയാണ് ഹാർട്ട് അറ്റാക്ക്, മരണത്തിന് താഴെയാണ് സ്തോത്രം മറ്റു പ്രശ്നങ്ങളെല്ലാം. ഏതെങ്കിലും കാര്യം നിന്നെ പേടിപ്പിക്കുന്നുണ്ടോ? ആരെങ്കിലും തന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ? നാളെക്കുറിച്ച് ഭയപ്പെടുത്തുന്നുണ്ടോ? ഇൻ ദ നെയിം ഓഫ് ജീസസ് നീ ജീവിക്കുന്നത് ഭയന്നല്ല, നീ ജീവിക്കേണ്ടത് മഹത്വത്തിലാണ്. ഇന്ന് പകൽക്കാലം നിനക്കുള്ള ദൂതായി ഞാൻ പറയട്ടെ, ഒന്നും സംഭവിക്കത്തില്ലെന്ന് മാത്രമല്ല ഒരു ചുക്കും സംഭവിക്കത്തില്ല. അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ യേശുവിനെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിനക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവർക്കും നിന്നെ പൊളിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജയിക്കുന്നവൻ ഭയം നല്ല ജീവിക്കുന്നത്. പോയിന്റ് നമ്പർ 2, ജയിക്കുന്നവൻ ജീവിക്കുന്നത് ബോൾഡ്നെസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ധൈര്യത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ധൈര്യം. ഇന്ന് ദൈവമക്കൾക്കാണ് ഏറ്റവും പേടി. ദൈവമക്കൾക്കാണ് ഏറ്റവും പേടി. നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം പ്രാർത്ഥിക്കാമെന്ന് എന്തൊരു ഭക്തിയായിരുന്നു, എന്തൊരു താഴ്മയായിരുന്നു. വന്നിരുന്നിട്ട് 20 മിനിറ്റ് പ്രോസി കേട്ടിട്ട് ചോദിച്ചു, എവിടെ ക്യാൻസർ വരുമെന്നാ കർത്താവ് പറഞ്ഞേ? എവിടെ ക്യാൻസർ വരും? ഞാൻ പറഞ്ഞ ക്യാൻസർ വരുമെന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവ് ആശ്വസിപ്പിക്കുകയായിരുന്നു. ആ കുടുംബത്തെ ഭയങ്കരമായിട്ട് കൺസോൾ ചെയ്താ കർത്താവ് ദൂത് പറഞ്ഞത്. അതെന്താ? സ്തോത്രം, ക്യാൻസർ വരുമെന്ന് നിങ്ങൾ പറഞ്ഞത് അത് ഇന്ന പ്രവാചകൻ പറഞ്ഞു, പെട്ടെന്ന് സ്നാനപ്പെട്ടോളണം ക്യാൻസർ വരും. ഒരിക്കൽ കൂടെ, ഇന്ന പ്രവാചകൻ പറഞ്ഞു പെട്ടെന്ന് സ്നാനപ്പെട്ടോളണം, ഇല്ലെങ്കിൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞാൽ സ്തോത്രം. നിങ്ങൾക്കറിയോ, കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ കത്തിയും തോക്കൊക്കെ സ്തോത്രം വച്ചിട്ട് പറയും, ഉള്ളതെല്ലാം ഇപ്പോൾ എടുക്കുക, ഇല്ലെങ്കിൽ തട്ടിക്കളയും. ഉള്ളതെല്ലാം ഇങ്ങെടുക്ക്, ഇല്ലെങ്കിൽ തട്ടിക്കളയും എന്ന് ഭീഷണിപ്പെടുത്തി പൈസ എടുക്കുന്നത് പോലെ ഭീഷണിപ്പെടുത്തി അല്ല സ്നാനപ്പെടേണ്ടത്, വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്. ക്യാൻസർ വരാതിരിക്കാനും, നല്ല പെണ്ണിനെ കെട്ടാനും, നല്ല സ്തോത്രം ചെറുക്കനെ കിട്ടാനും, അമേരിക്കയിൽ പോകാനും, പരീക്ഷ ജയിക്കാനും, കാര്യം നേടാനും വേണ്ടി അല്ല സ്നാനപ്പെടുന്നത്. യേശു കർത്താവിനെ സ്നേഹിക്കുന്നു എങ്കിൽ അവന്റെ കൽപ്പന നീ പ്രമാണിക്കുന്നു. പേടിച്ചിട്ടല്ല സ്നാനപ്പെടേണ്ടത്, യേശുവിനെ സ്നേഹിച്ചിട്ടാണ് അതേ സ്നാനപ്പെടേണ്ടത്. കേട്ടോ? ആമേൻ പറഞ്ഞാണ്. അതുകൊണ്ട് ജയിക്കുന്നവൻ സ്തോത്രം ഭയം നല്ല ജീവിക്കുന്നത്. അയ്യോ, ജയിക്കുവോ, കിട്ടുവോ, പോകുമോ, നടക്കുവോ, രോഗം വരുമോ, സ്തോത്രം അതെ കിംസ് ഉണ്ട് അവിടെ കിടക്കുവോ, മറ്റേ എന്തുവാ വെന്റിലേറ്ററിൽ കയറുവോ, ഓപ്പറേഷൻ അറുത്ത് കീറുവോ, ഒരു ചുക്കും സംഭവിക്കില്ല കുട്ടി. കാരണം അവന്റെ കയ്യിൽ ദൈവം നിന്നെ വരഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ അവന്റെ കയ്യിൽ, പുതിയ നിയമമായപ്പോൾ അവന്റെ ഹൃദയത്തിലായിരിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ സകല ഭയങ്ങളും ഇന്ന് പകൽക്കാലം വാനിഷ് ആകട്ടെ. സകല ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളവരാകട്ടെ ദൈവത്തിന്റെ ജനം. ആരെയും പേടിക്കല്ല്, ഒരുത്തനെയും പേടിക്കല്ല്, കുറ്റം പറച്ചിലുകളെ പേടിക്കല്ല്, വിമർശനങ്ങളെ പേടിക്കല്ല്, സാത്താനെ പേടിക്കേ ചെയ്യല്ല. ഹല്ലേലൂയ. ഒരുത്തനെ മാത്രം പേടിക്കേണ്ടവനെ മാത്രമേ പേടിക്ക്. യഹോവ എന്റെ വെളിച്ചവൻ എന്റെ രക്ഷയുമാകുന്നു. പറ യഹോവ എന്റെ വെളിച്ചവൻ എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? അതെ, യഹോവന്റെ ജീവന്റെ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? ഒന്നിനെയും പേടിക്കില്ല. തിരുവചനം പറയുന്നു, കരടി വന്നു, ദാവീദ് പേടിച്ചില്ല. സിംഹം വന്നു, ദാവീദ് പേടിച്ചില്ല. ഗോലിയാത്ത് വന്നു, ദാവീദ് പേടിച്ചില്ല. പേടിക്കേണ്ടവനെ പേടിച്ചത് കൊണ്ട് വന്നതായി വിഷയത്തിന് അവന് മധ്യത്തിൽ കർത്താവ് ഇറങ്ങുന്നുണ്ടെങ്കിൽ in the name of Jesus every commandments, എല്ലാ ഭയവും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. കരങ്ങളടിച്ച ദൈവജനം ദൈവത്തെ സ്തുതിക്ക്. ജയിക്കുന്നവൻ ധൈര്യത്തിൽ ജീവിക്കുന്ന. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ ഹൈഫൈ കൊടുത്താൽ നന്നായിട്ട് പറഞ്ഞേ, ധൈര്യമായി ജീവിക്കണം. പറഞ്ഞേ,
ധൈര്യമായി ജീവിക്കണം, ധൈര്യമായി ജീവിക്കണം. ഭീതിപ്പെടുത്തുന്ന മറ്റുള്ളവർക്ക് ഭയം കൊടുക്കുന്ന പ്രവചനം ഉണ്ടെങ്കിൽ നിന്റെ ക്ലബിനെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ശബ്ദമാണ് ദൈവശബ്ദം, മറ്റുള്ളവരെ പണിയുന്ന ശബ്ദമാണ് ദൈവത്തിന്റെ ശബ്ദം. അതുകൊണ്ട് ജയിക്കുന്നവൻ ധൈര്യത്തിൽ ജീവിക്കുന്നു. ഇത് ധൈര്യം തരുന്ന പുസ്തകമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഭീഷണിപ്പെടുത്തുന്നവനല്ല, അതുകൊണ്ട് ധൈര്യത്തിൽ ജീവിക്കുക. നമ്പർ 3, മൂന്നാമത് ജയിക്കുന്നവന്റെ മൂന്നാമത്തെ പ്രത്യേകത, 1 രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, 2 ധൈര്യത്തിൽ ജീവിക്കുന്നവൻ. നമ്പർ 3, മൂന്നാമത്തെ കാര്യം, അതിന്റെ 5-ാം വാക്യം, 5-6 വാക്യങ്ങൾ, റോമർക്ക് ലേഖനം 8-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം ആത്മാവിൽ ചിന്തിക്കുന്നു. സ്പിരിച്വൽ മൈൻഡിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. 5-6 വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളവരും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അടുത്ത വാക്യം, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ക്രിസ്തു യേശുവിനുള്ളവർ ക്രിസ്തു യേശുവിനില്ലാത്തവർ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, മരണത്തിന്റെയും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം. 2 കൂട്ടരെ കുറിച്ച് പറഞ്ഞു, 2 പ്രമാണത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇതാ 2 മനസ്സിനെ കുറിച്ച് പറയുകയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? സ്തോത്രം. എല്ലാ ദിവസവും ഇങ്ങനെ പ്രസംഗിച്ച് ഇളക്കുന്നതിനേക്കാൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ടീച്ച് ചെയ്ത് പോയാലേ ഈ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ. ആ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. കമോൺ. ഞാൻ പിന്മാറ്റത്തിൽ പോയത് കൊണ്ടല്ല ടീച്ചിങ്ങുമായിട്ട് വന്നത്, ഞാൻ മുന്നേറ്റത്തിലായത് കൊണ്ടാണ് വചനത്തിന്റെ ടീച്ചിങ്ങുമായി വന്നത്. 2 കൂട്ടരെ കുറിച്ച് പറഞ്ഞു, 2 പ്രമാണത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ ഇതാ 2 മെന്റാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇതാ 2 കൂട്ടർ എന്റെ മുമ്പിലിരിക്കുന്നു. 2 പ്രമാണത്തിൽ ഉൾപ്പെട്ടവരുണ്ട്, അതുപോലെ 2 മെന്റാലിറ്റിയിലുള്ളവരുണ്ട്. ഇവിടെ ഇതാ 2 മൈൻഡിൽ പറയുന്നു, 2 മെന്റാലിറ്റിയെ കുറിച്ച് പറയുകയാണ്, 2 മനസ്സിനെ കുറിച്ച്. ജയിക്കുന്നവന്റെ മനസ്സ് ആത്മാവിന്റെ മനസ്സായിരിക്കും, തോൽക്കുന്നവന്റെ മനസ്സ് ജഡത്തിന്റെ മനസ്സായിരിക്കും. സ്തോത്രം. തിരുവനന്തപുരം മനസ്സെന്ന് പറയുന്നത് തോറ്റവന്റെ മനസ്സാണ്. നിങ്ങളുടെ ജാതിയുടെ മനസ്സ് തോറ്റ മനസ്സാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ മനസ്സ് തോറ്റ മനസ്സാണ്. പക്ഷേ രൂപാന്തരപ്പെട്ടതായ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സാണ്. രൂപാന്തരപ്പെട്ടവന്റെ മനസ്സ് ക്രിസ്തുവിന്റെ മനസ്സാണ്. അതുകൊണ്ട് വളരെ അണ്ടർലൈൻ ചെയ്ത് ക്യാപിറ്റൽ ലെറ്ററിൽ പറയട്ടെ, രൂപാന്തരപ്പെട്ട മനസ്സുള്ളവന് മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. എനിക്കൊരു ഫോണുണ്ട്, ഈ ഫോണിനകത്ത് ഏത് സോഫ്റ്റ്വെയർ ഇരിക്കുന്നു ആ സോഫ്റ്റ്വെയർ അനുസരിച്ച് മാത്രമേ ഈ കുന്ത്രാണ്ടം പ്രവർത്തിക്കത്തുള്ളൂ. ഏത് സോഫ്റ്റ്വെയർ ഉണ്ടോ അതനുസരിച്ച് മാത്രമേ ഒരു കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. എക്സാക്ട്ലി. നിന്റെ സ്കൂൾ മാറുന്നത് കൊണ്ട് ജീവിതം നന്നാകത്തില്ല. സ്തോത്രം. നിന്റെ ഭർത്താവിനെ മാറ്റുന്നത് കൊണ്ട് ജീവിതം നന്നാകത്തില്ല. നിന്റെ പള്ളി മാറുന്നത് കൊണ്ട് ജീവിതം മാറത്തില്ല. ജീവിതം നന്നാകണമെങ്കിൽ നിന്റെ മനസ്സ് മാറണം. ജീവിതം മാറണമെങ്കിൽ മനസ്സ് മാറണം. അടുത്തിരിക്കുന്നവരൊന്ന് നോക്കി ഒന്ന് ചിരിച്ച മക്കളെ. പട്ടിയും പൂച്ചയും ചിരിക്കില്ല, മനുഷ്യൻ ചിരിക്കും. ചിരിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സീറ്റ് മാറ്റിയാട്ടെ, സീറ്റ് മാറിയാട്ടെ. ചിരിക്കാതിരിക്കുന്ന ആളുണ്ടെങ്കിൽ സീറ്റ് മാറിയാട്ടെ. മാത്രമല്ല വാൽ എവിടെ കിടക്കുന്നു എന്നുകൂടെ നോക്കിയാട്ടെ. കാരണം ഈ വാലുള്ള ആൾക്കാരെ ചിരിക്കാതിരിക്കത്തുള്ളൂ. വീട്ടിൽ ജൂഡിയും ജിമ്മിയൊക്കെ ഉണ്ടായിരിക്കും, പിള്ളേരെക്കാളും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവറ്റകൾ ചിരിക്കത്തില്ല. നമ്മൾ അവരോട് ചിരിച്ചാലും അവർ ചിരിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ മനസ്സിലായില്ല ഏത് കാറ്റഗറിയിലുള്ളതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. അങ്ങനെയെങ്കിൽ സ്തോത്രം. ചിരിച്ച് അവരെ നോക്കി അവരോട് ചോദിക്കുക, മനസ്സ് മാറാൻ മനസ്സുണ്ടോ? ചോദിക്കുക. മനസ്സ് മാറാൻ മനസ്സുണ്ടെങ്കിൽ, മനസ്സ് മാറണമെങ്കിൽ ജീവിതം മാറി. ഓ ലോർഡ്, ഹല്ലേലൂയ. മനസ്സ് മാറുമ്പോൾ ജീവിതം മാറുകയാണ്. വീടല്ല മാറേണ്ടത്, ഡിപ്പാർട്ട്മെന്റ് അല്ല മാറേണ്ടത്, വേറെ പ്രശ്നം കണ്ടല്ല ഓടിപ്പോകേണ്ട. നിന്റെ മനസ്സ് മാറുമ്പോൾ നിന്റെ ജീവിതം മാറുകയാണ്. എങ്ങനെയാണ് മനസ്സ് മാറുന്നത്? ഏതിൽ നിന്നാണ് മനസ്സ് മാറേണ്ടത്? സ്തോത്രം. ജഡത്തിന്റെ മനസ്സിൽ നിന്ന് ആത്മാവിന്റെ മനസ്സിലേക്ക്. ദൈവത്തിന് മനസ്സുണ്ട്. ദൈവത്തിന്റെ മനസ്സ് ആത്മാവിന്റെ മനസ്സാണ്. കേൾക്കണം. ദൈവത്തിന്റെ മനസ്സ് ആത്മാവിന്റെ മനസ്സ്. ആത്മാവിന്റെ മനസ്സെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ മനസ്സ്. അത് ഇടുങ്ങിയ മനസ്സല്ല, അത് വിശാലമായ മനസ്സാണ്. ഓ ഹല്ലേലൂയ. അത് ഇടുങ്ങിയ മനസ്സല്ല, ദൈവത്തിന്റെ മനസ്സ് ആത്മാവിന്റെ മനസ്സാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് സെൻട്രൽ ട്രാങ്കൂറിൽ ചെന്നപ്പോൾ എന്നെ നോക്കിയിട്ട് ആ പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഈ ശുദ്ധ മനസ്സായതുകൊണ്ട് സ്ഥലവും അദ്ദേഹത്തിന്റെ പേരും ഒക്കെ ഇങ്ങനെ എൻ്റെ ചുണ്ടത്തി തന്നെയുണ്ട്, പക്ഷേ അത് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം. പുള്ളി ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ആൾക്കാർ മാത്രം സ്തോത്രം ഞങ്ങളുടെ ചർച്ചിൽ വന്നാൽ മതി. ഞാൻ പറഞ്ഞു, ഓഹോ, തൻ്റെ കൊച്ചപ്പൻ്റെ വകയാണല്ലേ സഭ. കാരണം ഞങ്ങളുടെ ആൾക്കാർ മാത്രം ഞങ്ങളുടെ ചർച്ചിൽ വന്നാൽ മതി. എന്നാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ദൈവം മലയാളിയല്ല, ദൈവം തിരുവനന്തപുരംകാരനല്ല.
ആർക്കും നമ്മളെ നോക്കിയിട്ട് വാ ബ്രദർ നമ്മളാള് ഭാവിച്ചാതെ യേശുവിന്റെ നാമത്തിൽ. കാരണം ദൈവം സ്തോത്രം ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവനല്ല. ദൈവം ഇടുങ്ങിയ മെന്റാലിറ്റി ഉള്ളവനായിരുന്നെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന്റെ രണ്ടാം പക്കം ഞാൻ തട്ടിപ്പോയേനെ. ഓ കമാൻ ഹല്ലേലൂയ. ദൈവം വിശാലതയുടെ ദൈവമായതുകൊണ്ട് ആകാശത്തെക്കാൾ ദൈവം വിശാലമാണ്. മെറീന ട്രെഞ്ചിനേക്കാൾ ദൈവം ആഴമുള്ള മനസ്സുള്ളവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കുട്ടികളെ, അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മനസ്സ് വിശാലമാകുമ്പോൾ, മനസ്സ് വലുതാകുമ്പോൾ ജീവിതം വലുതാകുന്നു. മനസ്സ് വലുതാകുമ്പോൾ ജീവിതം വലുതാകുന്നു. ഒരിക്കൽ കൂടെ, മനസ്സ് വിശാലമാകുമ്പോൾ അനുഗ്രഹം വിശാലമാകുന്നു. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. മനസ്സ് വിശാലമാകുമ്പോൾ ജീവിതം വലുതാകുന്നു. ചെറിയ മനസ്സിന് വലിയ അനുഗ്രഹത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഓ പോയി, അത് മാത്രം മതി ഈ ആഴ്ച അനുഗ്രഹിക്കപ്പെടാൻ. സ്തോത്രം. നോക്ക്, ചെറിയ മനസ്സിന് വലിയ അനുഗ്രഹത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ആയിരിക്കുന്ന എല്ലാ കൊച്ചുകുട്ടികളും സ്തോത്രം, നിങ്ങൾ അതേ ചെറിയ മനസ്സിന് ഉടമകളാണെങ്കിൽ നിങ്ങൾ ചെറുതിൽ ഒതുങ്ങിപ്പോകും. പക്ഷെ ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത വലുത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. ആ വലുതിൽ നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ വലുതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. വലുതാ ചിന്തിക്കേണ്ടത്. സ്തോത്രം. വലുതാണ് ചിന്തിക്കേണ്ടത്. മൈൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ചർച്ചിൽ വിശ്വാസികളോട് വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് സ്തോത്രം മെന്റാലിറ്റി ഉള്ളവരാണ് ചർച്ചിലുള്ളത്. ഒന്ന് കോഴി മെന്റാലിറ്റിയും മറ്റൊന്ന് കഴുകൻ മെന്റാലിറ്റിയും. ഒന്ന് കോഴിയും മറ്റൊന്ന് കഴുകനും. സ്തോത്രം. ഉച്ചയ്ക്ക് ശേഷം ചിക്കൻ ബിരിയാണി ആയിരിക്കും, നോ പ്രോബ്ലം. സ്തോത്രം. നോക്ക്, കോഴി താഴേക്കാണ് നോക്കുന്നത്, പക്ഷെ കഴുകൻ ഒരിക്കലും താഴേക്ക് നോക്കത്തില്ല. കോഴി എപ്പോഴും ഭൂമിയിലേക്കാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടണം, സ്തോത്രം, എങ്ങനെയെങ്കിലും എനിക്കത് വേണം എന്ന് പറഞ്ഞ് കോഴി താഴേക്കാണ് നോക്കുന്നത്. ഇന്ന് പകൽക്കാലം സ്തോത്രം, നീ കോഴിയായിട്ടല്ല ചിന്തിക്കേണ്ടത്, ദൈവത്തിന്റെ കഴുകനായിട്ടാണ് ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. നിനക്കില്ലാത്ത ജ്ഞാനത്തെ തരാൻ ദൈവത്തിന് പറ്റും. നിനക്കില്ലാത്ത അതേ ബുദ്ധിയെ പ്രകാശിപ്പാൻ ദൈവത്തിന് പറ്റും. നിനക്കില്ലാത്ത എബിലിറ്റി തന്നെ നിന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റും. യേശുവിന്റെ നാമത്തിൽ ഈ ജൂലൈ മാസം 28-ാം തീയതി ആരുടെയോ വെന്യൂവിനെ ദൈവം വിശാലമാക്കുന്നു. വളരെ ചിന്തിച്ചാട്ടെ. ഇന്നത്തെ ഞെരുക്കമല്ല നിങ്ങൾ നോക്കണ്ടേ, നാളത്തെ വിശാലതയാണ്. പേടിച്ച് അരണ്ടിരുന്നതായ ഒരു ഗിദിയോനെ നോക്കി ദൈവം പറഞ്ഞത്, എടാ പേടി തൊണ്ട എന്നല്ല ദൈവം പറഞ്ഞത്. കാരണം ദൈവം പ്രസന്റിനെ കുറിച്ചല്ല കാണുന്നത്. ദൈവം പ്രസന്റിനെ കുറിച്ച് ദൈവം പ്രസന്റിനെ കുറിച്ചല്ല കാണുന്നത്. ദൈവം പ്രസന്റിനെ കുറിച്ചാണ് അല്ല പറയുന്നത്. ദൈവം ഇന്നത്തെ കുറിച്ചല്ല പറയുന്നത്. ദൈവം നാളത്തെ ജയത്തെ കുറിച്ചാണ് പറയുന്നത്. പരാക്രമശാലിയെ. ഹല്ലേലൂയ. നിന്റെ ഇന്നത്തെ വെല്ലുവിളിയല്ല, നിന്റെ ഇന്നത്തെ ഞെരുക്കമല്ല ദൈവം കാണുന്നത്. 2024 ജൂലൈ അല്ല ദൈവം കാണുന്നത്. 10 വർഷം കഴിയുമ്പോൾ നീ എവിടെ ഇരിക്കും? 5 വർഷം കഴിയുമ്പോൾ നിന്റെ പൊസിഷൻ എന്തായിരിക്കും? നിന്റെ അപ്പൻ കണ്ടിട്ടില്ലാത്ത, നിന്റെ അമ്മ പ്രാർത്ഥിക്കാത്ത, നിന്റെ ദൈവദാസൻ പറയാത്ത, യെസ് ഇൻ ജീസസ് കഴുകൻ മെന്റാലിറ്റി, ഈഗിൾ മെന്റാലിറ്റി. ചെറുതല്ല ചിന്തിക്കേണ്ട, വലുതാ ചിന്തിക്കേണ്ട. അതുകൊണ്ട് മനസ്സ് മാറുമോ ജീവിതം മാറി. ഒരു ദിവസം ദൈവം എൽഷദായ് അബ്രഹാമിന്റെ വീട്ടിൽ ഇറങ്ങി വന്നിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് കൊടുത്തു അവന്റെ മനസ്സ് മാറാൻ. ദൈവം വന്ന് കൂടാരത്തിനകത്തിരുന്ന അബ്രഹാമിനെ കൂടാരത്തിന് വെളിയിലേക്ക് വിളിച്ചിറക്കി. അബ്രഹാം എണ്ണിക്കളിക്കായിരുന്നു. 1, 2, ജനിക്കാൻ പോകുന്ന 3, 1, 2, ജനിക്കാൻ പോകുന്ന 3, 1, 2, 3, 3, 2, 1, 1, 2 ജനിക്കാൻ പോകുന്ന വന്നിട്ടില്ല. ഓൺ ദ വേ പറഞ്ഞിട്ടുണ്ട്. അണ്ടർ കൺസ്ട്രക്ഷനാ. അതെ, സ്തോത്രം. വന്നിട്ട് 1, 2, 3 എന്ന് എണ്ണിക്കളിച്ച ആ അബ്രഹാം മിനിമം ചിന്തിക്കുമ്പോ മിനിമം ചിന്തിക്കുന്ന ആരോ വന്നിട്ടുണ്ട്. എന്നോട് ആരൊക്കെയോ ചോദിച്ചു, ബിൽഡിംഗ് പ്രോജക്റ്റ് ആണല്ലേ, മിനിമം എത്ര ആകും? മിനിമം. എടാ മന്ദബുദ്ധി, നീ നിന്നെക്കുറിച്ച് മിനിമം ചിന്തിക്കുമ്പോ ദൈവം നിന്നെക്കുറിച്ച് മാക്സിമം ചിന്തിക്കുന്നത്. ദൈവം നിന്നെക്കുറിച്ച് മാക്സിമം ചിന്തിക്കുന്നേ.
1, 2, 3 എന്ന് അബ്രഹാം മിനിമം ചിന്തിച്ചപ്പോ കണക്കിനെ പഠിച്ച ദൈവമല്ല, കണക്കിനെ ചമച്ച ദൈവം അബ്രഹാമിന്റെ ചെവിക്ക് പിടിച്ചു, കൂടാരത്തിന്റെ വെളിയിൽ നിർത്തി. എന്നിട്ട് അവനോട് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടക്കരയിലെ മണൽത്തരികളെ പോലെ ഒന്ന് എണ്ണി നോക്ക്. ഇതാണ് മാക്സിമം. നിന്റെ തലയ്ക്ക് മുകളിൽ അനുഗ്രഹം, നിന്റെ കാൽ കീഴിലും അനുഗ്രഹം, നിന്റെ തലയ്ക്ക് മുകളിൽ അനുഗ്രഹം. കമോൺ, ഏറ്റെടുക്ക എല്ലാവരും. നിന്റെ കാൽ കീഴിൽ അനുഗ്രഹം. യു ആർ സറൗണ്ടഡ് വിത്ത് ബ്ലെസ്സിംഗ്. നിന്റെ അനുഗ്രഹം കൊണ്ടവൻ പൊതിയുകയാണ് കുട്ടി. നിന്റെ അനുഗ്രഹത്തിൽ പൊതിഞ്ഞവൻ സൂക്ഷിക്കുകയാണ്. നിന്റെ അനുഗ്രഹത്തിൽ പൊതിഞ്ഞവൻ നടത്തുകയാണ്. യെസ്, നിന്റെ വീട്ടിലും നാട്ടിലും പോക്കിലും വരവിലും ആത്മീയത്തിലും ഭൗതികത്തിലും മുഴുവൻ നീ അനുഗ്രഹത്തിലാണ്. യെസ്, ജനിച്ച ഒരു കുഞ്ഞിനെ അമ്മ ടവലിൽ റാപ്പ് ചെയ്യുന്നത് പോലെ തലയ്ക്ക് മുകളിൽ അനുഗ്രഹം, കാൽ കീഴിലും അനുഗ്രഹം. അബ്രഹാമേ, ഇതുപോലെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാണ്. നിന്റെ മനസ്സ് മാറട്ടെ. എല്ലാ ശുശ്രൂഷകർ, ഷാജി ഉൾപ്പെടെയുള്ള എല്ലാ ശുശ്രൂഷകർ, നിന്റെ മനസ്സ് മാറട്ടെ. ഞാൻ അതിരുകൾ വിശാലമാക്കിയാണ്. എന്റെ തുടക്കം ചെറുതായിരിക്കുന്നു, പക്ഷേ ഓരോ സെക്കൻഡ് കഴിയുന്തോറും അത് വിശാലതയിൽ നിന്ന് വിശാലതയിലേക്ക്, വിശാലതയിൽ നിന്ന് വിശാലതയിലേക്ക്, നീ പോലും ചിന്തിച്ചിട്ടില്ലാത്ത വലിയ വിശാലതയിലേക്ക് ഞാൻ നിന്നെ എത്തിക്കും. നിന്റെ മനസ്സ് വിശാലമാകട്ടെ. നിന്റെ മനസ്സ് വിശാലമാകുമ്പോൾ നിന്റെ ഭാവി വലുതായി തീരുവാൻ പോകുന്നു. ആത്മാവിന്റെ മനസ്സ്, ആത്മാവിന്റെ മനസ്സ്. നിന്റെ നാട്ടിൽ നടന്നിട്ടില്ല, സംഭവം ശരിയാണ്. നിന്റെ കുടുംബത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല, സംഭവം ശരിയാണ്. സ്തോത്രം. പക്ഷെ നാട്ടുകാരെ പോലെ വീട്ടുകാരെ പോലെ അല്ല നീ ചിന്തിക്കേണ്ടത്. എൽ ഷദായിയുടെ മൈൻഡ് ഇന്ന് പകൽ ദൈവം ചിന്തിക്കുന്നത് പോലെ ആത്മാവിൽ ചിന്തിച്ചാട്ടെ. ആത്മാവിൽ ചിന്തിക്കുക. ആത്മാവിന്റെ മനസ്സ്, ജയിക്കുന്നവന്റെ മനസ്സ് ആത്മാവിന്റെ മനസ്സാണ്. ഹല്ലേലൂയ. രണ്ട് ആത്മാവിനെ കുറിച്ച്, രണ്ട് മനസ്സിനെ കുറിച്ച് പറഞ്ഞിട്ട് രണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നു. സ്തോത്രം. 15 വാക്യം, റോമർ 8:15. രണ്ട് കൂട്ടരെ കുറിച്ച് പറഞ്ഞു, രണ്ട് പ്രമാണത്തെ കുറിച്ച് പറഞ്ഞു, രണ്ട് മനസ്സിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇതാ രണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നു. റോമർ 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, വായിക്ക് 15 വാക്യം വെടിവെക്കുന്നത് പോലെ വായിക്ക്, ശബ്ദമുയർത്തി. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. രണ്ട് ആത്മാവിനെ കുറിച്ച് പറയുന്നു. സ്തോത്രം. ദാസന്മാരുടെ ആത്മാവുണ്ട്, പുത്രന്റെ ആത്മാവുണ്ട്. ദാസന്റെ ആത്മാവുണ്ട്, പുത്രന്റെ ആത്മാവുണ്ട്. പക്ഷേ ദാസന്റെ ആത്മാവ് എന്താണ്? റോമർ 8 വായിക്കുമ്പോൾ ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല. ദാസൻ എന്നേക്കും വീട്ടിൽ പറ ദാസൻ എന്താണ്? വീട്ടിൽ വസിക്കുന്നില്ല. ദാസൻ ജോലി ചെയ്യാൻ സമയമുള്ളപ്പോൾ മാത്രം വരും. വാച്ച് നോക്കി ജോലി ചെയ്യേണ്ട സമയത്ത് മാത്രം, സ്തോത്രം, ദാസൻ വന്ന് ജോലി, സ്തോത്രം, വാച്ച് നോക്കി സമയം നോക്കി ജോലി നിർത്തും. സമയം നോക്കി തുടങ്ങും, സമയം നോക്കി നിർത്തും. സമയം നോക്കി തുടങ്ങും, സമയം നോക്കി നിർത്തും. സമയം നോക്കി തുടങ്ങി, സമയം നോക്കി നിർത്തിയിട്ട് യജമാനന്റെ കയ്യിലേക്ക് നോക്കിയിട്ട് താ എന്ന് പറയുന്നവനാണ് ദാസൻ. കൂടെ സമയം നോക്കി തുടങ്ങി, സമയം നോക്കി നിർത്തി, യജമാന്റെ കയ്യിലേക്ക് നോക്കുന്നവനാണ് ദാസൻ. ഇന്ന് രാവിലെയും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? ആരൊക്കെ പ്രാർത്ഥിച്ചു? കർത്താവേ, 28-ാം തീയതി സഭായോഗമാണല്ലോ, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിമാരെ യജമാനത്തിയുടെ കയ്യിലേക്ക് എന്നതുപോലെ ഞങ്ങളങ്ങനെ കയ്യിലേക്ക് നോക്കുന്നു എന്നാരെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ ആ കയ്യിലേക്ക് നോക്കിയ പ്രാർത്ഥനയെല്ലാം ദാസന്റെ ആത്മാവാകുന്നു. അതുകൊണ്ട് അവൻ്റെ നിന്നൊരു കൽപ്പന വരുന്നു. അവന്റെ കയ്യിലേക്കല്ല നോക്കേണ്ടത്, എന്റെ മുഖം അന്വേഷിപ്പിനെന്ന്, എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് സ്തോത്രം ഒരു കൽപ്പന വരുന്നു. ഇന്നത്തോടെ അവന്റെ കയ്യെ തേടുന്ന പരിപാടി നിർത്തി. സ്തോത്രം. രണ്ട് പിള്ളേരും ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടെന്ന് വെച്ചോ, രണ്ട് കുട്ടികൾ. ഒന്ന് എപ്പ വരുമെങ്കിലും ചോക്ലേറ്റ് പോരട്ടെ, ഐസ്ക്രീം പോരട്ടെ, കയ്യിലേക്ക് നോക്കി താ എന്ന് പറയുന്ന ഒരു കുട്ടിയും, മറ്റേ കുട്ടി സ്തോത്രം മുഖത്തേക്ക് നോക്കി, പപ്പ സുഖമാണ്, എങ്ങനെയുണ്ട്, വല്ലതും കഴിച്ചോ എന്ന് പപ്പയെ നോക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന കുട്ടിയാണെങ്കിൽ നേരത്തെ ചോദിച്ച് മേടിക്കുന്ന ആ സാധനത്തിന് കൊടുക്കുന്നതിനേക്കാളും, ആ അത്യാഗ്രഹി സന്താനത്തിന് കൊടുക്കുന്നതിനേക്കാളും, ആ ആക്രാന്തം സന്താനത്തിന് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് മറ്റേ കുട്ടിക്ക് കൊടുക്കും എന്നതുപോലെ ദൈവകൃപയാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ തീരുമാനിക്കേണ്ടത്, ഞാൻ ദാസന്റെ ആത്മാവിൽ അവന്റെ കയ്യിലേക്കല്ല നോക്കേണ്ടത്, ഞാൻ പുത്രന്റെ ആത്മാവായി അവന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഹല്ലേലൂയ.
സ്തോത്രം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പല കാറ്റഗറീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദൈവികമായ ബന്ധത്തിൽ പഴയ നിയമത്തിൽ ന്യായാധിപന്മാർ ദാസന്മാരായിരുന്നു. സ്തോത്രം. രാജാക്കന്മാർ ദാസന്മാരായിരുന്നു. പഴയ നിയമത്തിൽ സ്തോത്രം പുരോഹിതന്മാർ ദാസന്മാരായിരുന്നു. പിന്നെ പ്രവാചകന്മാർ ദാസന്മാരായിരുന്നു. 4 കാറ്റഗറി ഏറ്റവും കുറഞ്ഞ് ഞാൻ പറഞ്ഞു. ന്യായാധിപന്മാർ, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, രാജാക്കന്മാർ, അവരെല്ലാം പഴയ നിയമത്തിൽ ദാസന്മാരായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ ഒരേ ഒരു മോനെ ദൈവത്തിനുണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു പുത്രനെ ദൈവത്തിനുണ്ടായിരുന്നുള്ളൂ, ആദാം ദൈവത്തിന്റെ മകൻ. ലൂക്കോസ് 3 അവസാന വാക്യം, ആദാം ദൈവത്തിന്റെ മകൻ. സ്തോത്രം. ആദാം മാത്രമായിരുന്നു ദൈവത്തിന്റെ മകൻ. മീനിങ് സ്തോത്രം, മോനാണെങ്കിൽ അപ്പനും മോനും 2 ദിശയിലല്ല, അപ്പന്റെ കൂടെയായിരുന്നു മോന്റെ വാസം. മഹത്വത്തിലായിരുന്നു. സ്തോത്രം. ആദാം മീനിങ് എപ്പോഴും അവന്റെ പ്രസൻസിലാണ് ജീവിക്കുന്നത്. ഈ മീറ്റിംഗ് കഴിയും, പക്ഷെ ആരാധന കഴിയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പറയുന്ന ഒരു ആന മണ്ടത്തനമുണ്ട്. മണ്ടത്തനം പറഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ണൂർ നോക്ക്. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും പറയുന്നതായി വലിയൊരു മണ്ടത്തനമുണ്ട്. ഏതാണെന്നറിയോ? ലെറ്റ് us വെൽക്കം ദ പ്രസൻസ് ഓഫ് ഗാഡ്. നമ്മൾ അവന്റെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്യുകയല്ല, അവന്റെ സാന്നിധ്യത്തിൽ തന്നെ പുറത്തിറങ്ങാതെ ജീവിക്കുകയാണ്. പുത്രനാണെങ്കിൽ എപ്പോഴും അവന്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞേ. പുത്രനാണെങ്കിൽ എപ്പോഴും അവന്റെ സാന്നിധ്യത്തിൽ വസിക്കുന്നു. ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. എന്നാൽ എപ്പോഴാണ് ആദാം പാപം ചെയ്ത് ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടത്? ദൈവം നിലവിളിച്ചു. ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, ദൈവം നിലവിളിച്ചു, ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ എന്നുള്ളത് ദൈവത്തിന്റെ ഷൗട്ടല്ല, ഇറങ്ങി വാടാ ഇപ്പൊ തന്നെ അടിക്കും. ദൈവം ഷൗട്ട് ചെയ്യല്ല, ദൈവം കരയുകയായിരുന്നു. ആദാം പാപം ചെയ്തപ്പോ ദൈവം കരഞ്ഞു. ഈ പട്ടണത്തെ നീ പാപം ചെയ്യുമ്പോ ദൈവം കരയുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തെ തകർക്കാതെ ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചാട്ടെ. ദൈവത്തിന്റെ ഹൃദയത്തെ തകർക്കാതെ ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച് ജീവിക്കുക. ആദാം പാപം ചെയ്തപ്പോൾ ദൈവം കരഞ്ഞു. ആദാം പാപം ചെയ്തപ്പോൾ ദൈവം നിലവിളിച്ചു. പക്ഷെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അതേ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ക്രൂശിൽ അവൻ നിലവിളിച്ചു. എത്ര നല്ല ദൈവം, എത്ര നല്ല കർത്താവ്. ആദാം പോയപ്പോഴും അവൻ കരഞ്ഞു, എന്നെ അടുപ്പിക്കാനും അവൻ കരഞ്ഞു, എന്നെ നിങ്ങളെ ദൈവത്തിന് മക്കളാക്കാനും അവൻ കരഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. ആദാം അകന്നതുപോലെ അകന്ന മാനവജാതിയെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിപ്പാൻ യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചു. ആദാം അകന്നപ്പോൾ ദൈവം കരഞ്ഞു. അകന്ന മനുഷ്യനെ അടുപ്പിക്കേണ്ടതിന് യേശു കർത്താവ് കരഞ്ഞു. യേശു കർത്താവിന്റെ നിലവിളിയിൽ നമ്മളിപ്പോൾ അടുത്തത് ന്യായാധിപന്മാരായിട്ടല്ല, പ്രീസ്റ്റ് ആയിട്ടല്ല, പ്രവാചകന്മാരായിട്ടല്ല, രാജാക്കന്മാരായിട്ടല്ല, സ്നേഹിതന്മാരായിട്ടല്ല. നോഹ സ്നേഹിതനായിരുന്നു, ഹാനോക്ക് സ്നേഹിതനായിരുന്നു, അബ്രഹാം സ്നേഹിതനായിരുന്നു, മോശ സ്നേഹിതനായിരുന്നു. എന്നാൽ യേശു കർത്താവിന്റെ നിലവിളി നിമിത്തം, കർത്താവ് യേശു ക്രിസ്തുവിലെ ക്രൂശിലെ ത്യാഗം നിമിത്തം നമ്മൾ അടുത്തത് വിശ്വാസിയായിട്ടല്ല, പകരം സ്തോത്രമത്തെ സ്നേഹിതന്മാരായിട്ടല്ല, അവനെ കൈക്കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ടത് അതേ ദാസ്യത്വത്തിന്റെ ആത്മാവിലല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിൽ അത്രേ ജീവിക്കേണ്ടത്. അതുകൊണ്ട് അവന്റെ പുത്രത്വത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നത് കയ്യിൽ നോക്കി ദൈവത്തിന്റെ കയ്യെ തേടുന്നത് നിർത്ത്. ദൈവത്തിന്റെ കയ്യെ തേടുന്നത് നിർത്തിയിട്ട് ദൈവത്തിന്റെ മുഖത്തെ തേടിയാട്ടെ. 2 കരങ്ങളെ ഉയർത്തി കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ കയ്യിലേക്ക് നോക്കി താ എന്ന് പറയുന്നതല്ല ആത്മീയ ജീവിതം. ഞാൻ പറയട്ടെ, ഏറ്റവും നാണം കെട്ട പരിപാടി ഇന്ന് 80% ക്രിസ്ത്യാനികളും ദൈവത്തിന്റെ കയ്യെ തേടുകയാണ്. 80% ക്രിസ്ത്യാനികളും കർത്താവിന്റെ കയ്യെ തേടുകയാണ്. രോഗസൗഖ്യം താ, മക്കളെ കല്യാണം താ, ആ നന്മ താ, ആ വിടുതൽ താ. ഒരു 5 മണിയാകുമ്പോ ഇതിലൂടെ ഒരു 16 കാക്ക പറന്നു പോകും. ആ മേൽക്കൂരിക്ക് കീഴിലൂടെ അതേ കാക്കകളെല്ലാം കാ എന്ന് പറയും. നമ്മളെ ഞായറാഴ്ച കൂടി വന്ന് താ എന്ന് പറയുകയാണ്. നീ അവന്റെ കയ്യിലേക്ക് നോക്കി താ എന്നല്ല പറയേണ്ടത്, അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറ, യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവന്റെ എന്നേക്കുമുള്ളത്. അവനെ മിനിസ്റ്റർ ചെയ്താട്ടെ, അവന്റെ കാര്യം നോക്കിയാട്ടെ. അവന്റെ കാര്യത്തിന് വേണ്ടി നീ നിൽക്കുമ്പോ നിന്റെ കാര്യത്തിന് വേണ്ടി എത്രയധികമായി അവൻ ഇറങ്ങി നിൽക്കും.
ഹല്ലേലൂയ. അവന്റെ കാര്യത്തിന് വേണ്ടി നീ നിൽക്കുമ്പോ നിന്റെ കാര്യത്തിന് വേണ്ടി എത്ര ഭയങ്കരമായി ദൈവം നിൽക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു ഗ്ലാസ് വെള്ളം പോലും, ഒരു നേരത്തെ ആഹാരം പോലും നിന്റെ ഇഷ്ടപ്രകാരമായിരിക്കത്തില്ല. മുഴുവൻ അവനായിരിക്കും നിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. സ്തോത്രം. തിരുവചനം പറയുന്നു, അത് ദാവീദ് ദൈവത്തിന്റെ ഭവനത്തിന്റെ കാര്യം നോക്കിയപ്പോ, അവന്റെ ഭവനത്തിന്റെ കാര്യം ദൈവം നോക്കിയെങ്കിൽ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറ, കർത്താവേ എങ്ങനെയുണ്ട്? അതെ, 28-ാം തീയതി സഭ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ജീവിതത്തെ കുറിച്ച് നിനക്ക് എന്തോ തോന്നുന്നു? എന്റെ കാര്യത്തെ കുറിച്ച് എങ്ങനെ നിനക്ക് എന്തോ തോന്നുന്നു? അവന്റെ കയ്യിലേക്ക് നോക്കുന്നത് നിർത്ത്. കയ്യിലേക്ക് നോക്കി വർഷങ്ങളും സമയങ്ങളും കളയാതെ, കിട്ടത്തില്ല. കയ്യിലേക്ക് നോക്കുന്നത് നിർത്ത്. ദാസ്യത്തിന്റെ ആത്മാവത്തിൽ നിന്ന് ഇന്ന് പകൽ പുറത്തു വാ. ദാസ്യത്തിന്റെ ആത്മാവിലല്ല, സർവന്റ് അല്ല, സണ്ണാണ്. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞ, ഒന്ന് അപ്ഗ്രേഡ് ചെയ്താട്ടെ. പെട്ടെന്ന് പറ, ഒന്ന് അപ്ഗ്രേഡ് ചെയ്താട്ടെ. ആ സ്പിരിച്വൽ ലെവൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്താട്ടെ. ആ സെർവന്റിൽ നിന്ന് സൺഷിപ്പിലേക്ക് ഇന്ന് പകൽക്കാലം അപ്ഗ്രേഡ് ചെയ്യപ്പെടട്ടെ. എന്താ മിണ്ടാത്തെ? എനിക്ക് ആ ക്ലച്ച് പിടിക്കാത്തത് പോലെ തോന്നുന്നു. യേശുവിന്റെ നാമത്തിൽ നോ തരത്തില്ല. അവന്റെ സ്റ്റോറിലേക്കല്ല നീ നോക്കേണ്ടത്. താഴെ ഇരിക്കുന്ന ATM അല്ല എന്റെ ദൈവം. താഴെ ഇരിക്കുന്ന ATM അല്ല എന്റെ കർത്താവ്. നോ അവന്റെ കയ്യിലേക്ക് നോക്കി നോ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറ, ഞാൻ അങ്ങയുടെ ഹൃദയത്തെ തകർക്കത്തില്ല. സീനിയർ മോനുണ്ടല്ലോ, അങ്ങയുടെ സീനിയർ മോൻ, അവനങ്ങേ കരയിപ്പിച്ചു. അങ്ങയുടെ സീനിയർ മോൻ, പറ അവന്റെ പേരെന്താ? ആദം. ഒന്നാമത്തെ മോനുണ്ടല്ലോ, അവൻ അങ്ങയുടെ ഹൃദയത്തെ കരയിപ്പിച്ചു. പക്ഷേ എനിക്കൊരു കുട്ടി ജീവിതമേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി ജീവിതത്തിൽ, എൻ്റെ കുഞ്ഞു ജീവിതത്തിൽ, ഞാൻ അവനെ പോലെ 930 വർഷമൊന്നും ചിലപ്പോൾ ജീവിക്കത്തില്ല. ആദാം 930 വർഷമാണ് ജീവിച്ചത്. പക്ഷേ ഞാൻ ജീവിക്കുന്ന 4 ദിവസമായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങയുടെ ഹൃദയത്തെ തകർക്കത്തില്ല. ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഒന്ന് വാക്ക് കൊടുക്കുക. പറ, ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാം. ഞാൻ അങ്ങയുടെ ഹൃദയത്തെ സൂക്ഷിക്കും. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ധൈര്യത്തോടെ ജീവിക്കുന്നു, ആത്മാവിൽ ചിന്തിക്കുന്നു, പുത്രത്തിന്റെ ആത്മാവിൽ വസിക്കുന്നു. സ്തോത്രം. 18-ാം വാക്യം, റോമർ 8:18 കഷ്ടതകളെ മുഴുവൻ ജയിക്കുന്നു. എല്ലാ കഷ്ടതകളെ ജയിക്കുന്നു. റോമർ 8:18 ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. സ്തോത്രം. ജീവിതത്തിലുള്ള കഷ്ടതകളെ ജയിക്കുന്നു. ലൈഫിൽ, ജീവിതത്തിൽ കഷ്ടതകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, ഒരു പ്രാസംഗികൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ നെഗറ്റീവ് വാക്യങ്ങളൊന്നും ബൈബിൾ വായിക്കത്തില്ല. നെഗറ്റീവ് വാക്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിന്റെ ക്രിസ്മസ് കേക്ക് അല്ല. ഞങ്ങൾ ചെറുപ്പമായിരിക്കും, ഇപ്പോൾ ഉള്ള കേക്കെല്ലാം മാറി. ആൾക്കാർ മാറുന്ന പോലെ കേക്ക് മാറി. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സ്തോത്രം, ഈ മുന്നിലിരുന്ന് എൻ്റെ പ്രസംഗം ഏത് വിധേനയും വെള്ളത്തിലാക്കണം എന്ന് ചില കുട്ടികൾ ചിന്തിക്കുന്ന പോലെ ആ പ്രായത്തിൽ ഞാനായിരിക്കുമ്പോൾ, ഈ അടുത്ത കാലത്ത് സ്തോത്രം, ആ പ്രായത്തിൽ ഞാനായിരിക്കുമ്പോൾ ക്രിസ്മസ് കേക്ക് വാങ്ങുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നല്ലൊരു റോസാപ്പൂ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ റോസാപ്പൂ വീട്ടിൽ വന്ന ഉടനെ ആദ്യം സ്തോത്രം പറിച്ചെടുത്ത് തന്നത് ഏറ്റവും മുകളിലത്തെ ആ റോസാപ്പൂവാണ്. ക്രിസ്മസ് കേക്കിൻ്റെ റോസപ്പൂ. സ്തോത്രം. ഇതുപോലെ നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്തിട്ട് മറ്റത് വേണ്ട എന്ന് വെക്കുന്ന ഇച്ചിച്ചി പുസ്തകമല്ല ദൈവത്തിൻ്റെ വചനം. അത് മുഴുവൻ നിന്റെ ഗുണീകരണത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നു. ആ പുസ്തകം പറയുന്നു, നീ തീയിലൂടെ പോകേണ്ടി വരും, നീ വെള്ളത്തിലൂടെ പോകേണ്ടി വരും, നിനക്ക് കാറ്റുണ്ടായിരിക്കും, നിനക്ക് നിന്ന് കടന്നു വരാം, നിനക്ക് പ്രശ്നങ്ങൾ കടന്നു വരാം. കാരണം ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ ജഡത്തിൻ്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്തത് കൊണ്ട് നിനക്ക് കഷ്ടതകൾ കടന്നു വരാം. നീ രാവിലെ എഴുന്നേറ്റ് കഷ്ടം തരണേ, നഷ്ടം വരണേ എന്നൊന്നും പ്രാർത്ഥിക്കണ്ട. ഭക്തിയോടെ അങ്ങ് ജീവിച്ചാൽ മാത്രം മതി. സ്തോത്രം. അറിയാതെ കഷ്ടത വരും, അറിയാതെ അത് ഓടിപ്പോകും. പക്ഷെ നിന്റെ ലൈഫ് അടുത്ത ലെവലിലേക്ക് ഉയർത്തപ്പെടും.
ഹല്ലേലൂയ. സ്തോത്രം. ലൈഫിൽ വരുന്ന കഷ്ടത എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിന്റെ വലതുവശത്തെ ലിഫ്റ്റ് പോലെയാണ്. വരിയിൽ നിൽക്കാതെ ഏറ്റവും മുകളിലേക്ക് നിന്നെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്നതാണ് സ്തോത്രം നിന്റെ ലൈഫിന്റെ കഷ്ടത. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, കഷ്ടത വന്നത് എനിക്ക് ഉപകാരമായി. ആരോ ഏറ്റവും മുന്നിലേക്ക് പോയി ഇരുന്നാട്ടെ എന്ന് പറയുന്നത് പോലെ നിന്റെ ലൈഫിൽ മുന്നേറ്റത്തിലേക്ക് എത്തിക്കുന്നതാണ് കഷ്ടത. സ്തോത്രം. യേശു കർത്താവിന് കഷ്ടം ഉണ്ടായിരുന്നു. പിതാവായ ദൈവം അവന് കഷ്ടം വരുത്തി എന്ന് തിരുവചനം പറയുന്നു. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. പക്ഷെ കഷ്ടം വന്നപ്പോ കർത്താവ് സ്തോത്രം ക്രൂശിൽ നിന്ന് ഓടിപ്പോയില്ല. ഒരിക്കൽ കൂടെ, കഷ്ടം വന്നപ്പോ യേശു ക്രൂശിനെ കണ്ട് ഓടിപ്പോയില്ല. കഷ്ടത വരുമ്പോ, ചാലഞ്ചസ് വരുമ്പോ സ്തോത്രം പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോകരുത്. പ്രശ്നം കണ്ട് ഓടിപ്പോകുന്നവൻ ഭീരുക്കളാണ്. എല്ലാ ഭീരുക്കൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കുറച്ച് ഭീരുക്കളുണ്ട്. എല്ലാ ധൈര്യശാലികൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ പഴയ ക്രൈസ്തവ വിശ്വാസികൾ ആരും കൈവയ്ക്കില്ല. കാരണം അവർക്ക് അറിയാം എന്നെ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. ഈ പുതിയ കുറച്ച് പാവങ്ങൾ വന്നിട്ടുണ്ട്. ഐ എം സോറി. സോ ഇതാണ് കാര്യം. സ്തോത്രം. തിരുവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് കണ്ട് ഓടിപ്പോയില്ല. തിരുവചനം പറയുന്നു എബ്രായർ 12, അവൻ ക്രൂശിനെ സഹിച്ചു. വരുവാനുള്ള കഷ്ടം അവൻ ഓർത്തു. വരുവാനുള്ളതായ തേജസ് അവൻ ഓർത്തു. അടുത്ത ലെവൽ അവൻ ഓർത്തു. മീനിങ് അടുത്ത പ്രൊമോഷൻ അവൻ ഓർത്തു. അടുത്ത ലെവലിലേക്ക് അതേ എക്സാം എഴുതി കയറുന്ന ഒരു കുഞ്ഞിനെ പോലെ. യേശു അപ്പച്ചൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നടന്നപ്പോ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെന്ന എന്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഇങ്ങനെ പറഞ്ഞ, കർത്താവേ ഒരു യൂത വരുന്നു, കർത്താവേ മുൾക്കിരീടം മെനയുന്നു, അമ്മാരെ കഴിഞ്ഞ ആഴ്ച 6 ഇഞ്ച് നീളമുള്ള ആണി എടുത്തിരിക്കുന്നു, വലിയ ക്രൂശ് നിനക്കെതിരെ പണിയുന്നു, ഗദശമന നിനക്കായി കാത്തിരിക്കുന്നു, അരിമത്തേൽ യോസേഫ് കല്ലറ ഒരുക്കിയിരിക്കുന്നു, ക്രൂശീകരണം ഇതാ കർത്താവെ അടുത്ത് വരുന്നു എന്ന് പറയുമ്പോ കർത്താവ് എന്നെ തുറച്ചു നോക്കിയിട്ട് പറയും, സുരേഷേ ചുമ്മാതിരിക്കെ, ഇതൊരു 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. വരുവാനുള്ള തേജസ് ഓർത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് ജീവിതം തോൽക്കാനുള്ളതല്ല, ജീവിതം കരയാനുള്ളതല്ല, ജീവിതം തകർന്നു കിടക്കാനുള്ളതല്ല. അരിമത്തേലെ യോസേഫിന്റെ കല്ലറയിൽ അവനെ കൊണ്ടുവന്ന് വെച്ചു. സഹോദരന്മാരെ ഞാൻ പറയട്ടെ, പക്ഷെ മനുഷ്യർ എവിടെയാണോ നിന്നെ കൊണ്ടുവന്ന് വെക്കുന്നത്, 3 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ നിന്നെ അവിടെ കാണുകയില്ല. മനുഷ്യർ നിന്നെ പൂട്ടിവെക്കുന്ന ഇടത്ത് നിനക്ക് തുടരാൻ അനുവാദം ഇല്ല. സ്തോത്രം. ദൈവം അവിടെ നിന്ന് നിന്നെ ഉയർത്തിയിരിക്കുക. സോ കഷ്ടതയുണ്ടോ, നിശ്ചയമായി ഉയർച്ചയുണ്ട്. സ്തോത്രം. സെയിം ടൈം ആരാണോ കഷ്ടത അനുഭവിച്ചത് അല്ലെങ്കിൽ ഉടഞ്ഞ പാത്രങ്ങളായി തീർന്നത് അവരെയാണ് ദൈവം ഉപയോഗിച്ചത്. സ്തോത്രം. സോ അതുകൊണ്ട് കഷ്ടതകളെ ദൈവത്തിന്റെ കൃപയാൽ ജയിക്കുന്നത്. എന്റെ മുമ്പിൽ നേരെയല്ല, ഒരുപാട് കാര്യം പറയാനുണ്ട്. സ്തോത്രം. യേശു കർത്താവ് ക്രൂശ് കണ്ടിട്ട് ഓടിപ്പോയില്ല, പകരം ക്രൂശിലേക്ക് പോയി അവൻ ക്രൂശിനെ ജയിച്ചു. യേശു ക്രൂശിലേക്ക് പോയി ക്രൂശിനെ ജയിച്ചു. ലോകത്തിൽ കൊടുങ്കാറ്റുകളെ ഭയപ്പെടുന്ന ഒരുപാട് പക്ഷികളുണ്ട്, എന്നാൽ കാറ്റിനെ സ്നേഹിക്കുന്ന ഒരു പക്ഷിയുണ്ട്. കാറ്റുകളെ ഭയപ്പെടുന്ന പക്ഷികളാണ് ലോകത്തിലുള്ള എല്ലാ പക്ഷികളും. കാറ്റ് വരുന്നെങ്കിൽ സ്തോത്രം, അതേ അവറ്റകൾ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. പക്ഷെ കഴുകനുണ്ടല്ലോ, അവൻ കാറ്റിനെ സ്നേഹിക്കുന്നവനാണ്. ഈഗിൾ, സ്റ്റോം ലവർ. പ്രോബ്ലംസ് വരുമ്പോൾ ഈഗിളിനറിയാം, കഴുകനറിയാം അടുത്ത ലെവലിലേക്ക് പോകാൻ നേരമായി. അവൻ ചിറക് വിരിച്ച് ആ കാറ്റിൽ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ആ കഴുകൻ കയറുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ചാലഞ്ചസ് ഉള്ള എല്ലാ വ്യക്തികളും കേൾക്കട്ടെ. നാളുകൾ കഴിഞ്ഞ് സ്തോത്രം നിനക്കൊരു പ്രോഗ്രസ് ഉണ്ട്, നിനക്കൊരു പ്രൊമോഷൻ ഉണ്ട്. കാരണം ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ കഴുകനായി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കഴുകനായി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ യഹോവയെ കാത്തിരിക്കുന്നവരെ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ഈ നാളുകളിൽ ചിറകടിച്ചുയരും. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. ഉയരങ്ങളിൽ പറക്കുന്ന
ഏതെങ്കിലും പക്ഷികളെ കാണണമെങ്കിൽ, ഉയരങ്ങളിൽ പറക്കുന്ന ഏതെങ്കിലും കഴുകനെ കാണണമെങ്കിൽ ഇന്നലകൾ അതിന്റെ കൂടുകൾ തകർന്നതുകൊണ്ടാണ്. മീനിങ് സ്തോത്രം, ഇന്നലകളിലുള്ള കഷ്ടതകൾ ഉണ്ടെങ്കിൽ, ഇന്ന് കഷ്ടതകൾ ഉണ്ടെങ്കിൽ, നാളെ ഇല്ലാത്ത സ്ഥാനങ്ങൾ ദൈവം തന്നെ ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ധൈര്യത്തിൽ ജീവിക്കുന്നു, ആത്മാവിൽ സ്തോത്രം അത് ചിന്തിക്കുന്നു, പുത്രത്വത്തിന്റെ ആത്മാവിൽ വസിക്കുന്നു, കഷ്ടതകൾ ജയിക്കുന്നു. നമ്പർ 6, 26 വാക്യം സ്തോത്രം, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 2 പ്രാർത്ഥനകളെ ആ വാക്യത്തിലേക്ക് പറയാനുണ്ട്. സ്തോത്രം, പെട്ടെന്ന് വായിച്ചാട്ടെ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾ തുണ നിൽക്കുന്നു. വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. എന്താണ്? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 2 പ്രാർത്ഥനകളെ കുറിച്ച് പറയട്ടെ. ഇവിടെ ആത്മാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു. മറ്റൊരു തരത്തിലുള്ള പ്രാർത്ഥന കൂടിയുണ്ട്, ബുദ്ധിയുടെ പ്രാർത്ഥന. ബുദ്ധിയുടെ പ്രാർത്ഥന. സ്തോത്രം, ശബ്ദമുയർത്തി പറഞ്ഞ ആത്മാവിന്റെ പ്രാർത്ഥന. സ്തോത്രം. 2 കൂട്ടരെ കുറിച്ച് പറഞ്ഞു, ക്രിസ്തുയേശുവിലുള്ളവരും ഇല്ലാത്തവരും. 2 പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞു. 2 സ്തോത്രം, അതെ, മെന്റാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. 2 ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. 2 കൂട്ടരെ കുറിച്ച് പറഞ്ഞു. കഷ്ടതകൾ തോൽക്കുന്നവര്, കഷ്ടതകൾ ജയിക്കുന്നവര്. ഇവിടെ ഇതാ 2 പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നു. 2 പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നു. ആ 2 പ്രാർത്ഥനകൾ, 1 ബുദ്ധിയുടെ പ്രാർത്ഥന, 2 ആത്മാവിന്റെ പ്രാർത്ഥന. സ്തോത്രം, ദൂത് ഇതാണ്, മറക്കല്ല്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും തോൽക്കത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും തോൽക്കത്തില്ല. കാരണം ആത്മാവിന്റെ പ്രാർത്ഥന സൂപ്പർ നാച്ചുറൽ വിക്ടറിയാണ് ദൈവകൃപയാൽ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സ്തോത്രം, ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലീഡിംഗ് മിനിസ്റ്റർ അദ്ദേഹവുമായി ഒരു 6 മണിക്കൂറോളം ഞാൻ ഉണ്ടായിരുന്നു. ഒരു ചില ചാലഞ്ചസിലൂടെ പോകുന്നു. ഓഫ് കോഴ്സ് ശുശ്രൂഷയുണ്ടോ, അവിടെ വെല്ലുവിളികളുണ്ടായിരിക്കും. യേശു ഉണ്ടോ, ക്രൂശ് ഉണ്ടായിരിക്കും. സ്തോത്രം. പക്ഷേ ആ വെല്ലുവിളികളിൽ തീരുന്നവരല്ല ശുശ്രൂഷകർ. സ്തോത്രം, അവർ നല്ല വെല്ലുവിളികളിലൂടെ പോകുക. സോ അവരെ പണിതിട്ടിരിക്കുന്ന ഹൈദരാബാദിലെ ആ ചർച്ചിൽ നിന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. എൻ്റെ വിഷയം ഇതാണ്, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മാവിൽ പ്രാർത്ഥിച്ചതിൻ്റെ പീക്കിൽ, അതിൻ്റെ ഏറ്റവും പീക്കിൽ, സ്തോത്രം, അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയം പറഞ്ഞതിനെ ബ്രേക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞപ്പോ സ്തോത്രം, ഭയങ്കരമായ ഒരു ഇടിനാദം കേട്ടു. ഭയങ്കരമായ ഇടിവെട്ടി. ആ ദിവസത്തിൽ നിന്ന് രാവിലെയും ഇടി മുഴങ്ങിയിട്ടില്ല. പിന്നെയും ഞാൻ ഹൈദരാബാദിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ ഇടി മുഴങ്ങിയില്ല. അപ്പോൾ എൻ്റെ ട്രാൻസ്ലേറ്റർ വിനയ് ഉൾപ്പെടെയുള്ളവർ 2ാമത്തെ ഇടിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുക. മനസ്സിലാവാത്തവർക്ക് പിന്നെ മനസ്സിലാവും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം മാത്രം എപ്പോഴാണോ ശ്വാസിക്കുന്നത്, എപ്പോഴാണ് അതുകൊണ്ട് ബുദ്ധിയുടെ പ്രാർത്ഥന കുറച്ച് ആത്മാവിന്റെ പ്രാർത്ഥന കൂട്ടിയാട്ടെ, ആത്മാവിന്റെ പ്രാർത്ഥന വർദ്ധിപ്പിച്ചാട്ടെ. ആത്മാവിന്റെ പ്രാർത്ഥന എപ്പോഴാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സൂപ്പർ നാച്ചുറൽ റിസൾട്ട് പ്രതീക്ഷിച്ചാട്ടെ. സൂപ്പർ നാച്ചുറൽ റിസൾട്ട് പ്രതീക്ഷിച്ചാട്ടെ. 2 പേരെ തൊട്ട് പറ, ചിലത് പ്രതീക്ഷിച്ചേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് മൂത്തോക്കി പറ, ചിലത് പ്രതീക്ഷിച്ചേ പറ്റത്തുള്ളൂ. എക്സ്പെക്ട് സംതിങ്. ഇതുവരെ നടക്കാത്തത്, കാണാത്തത് ദൈവകൃപയാൽ പ്രതീക്ഷിച്ച് അന്യഭാഷ പറ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് അന്യഭാഷയുടെ പ്രാർത്ഥനയാണ്. 1 കൊരിന്ത്യർ 14 ആത്മാവിന്റെ പ്രാർത്ഥന, അന്യഭാഷയുടെ പ്രാർത്ഥന. യൂദയുടെ ലേഖനം 20 നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിപരിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി. സോ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ച് ചുമ്മാ വിട്ടുകളയല്ലേ, ആത്മാവിൽ പ്രാർത്ഥിച്ച് വിട്ടുകളയല്ലേ. നിങ്ങൾ അന്യഭാഷ പറയുന്നെങ്കിൽ ഇതുവരെ നടക്കാത്തത് എന്തോ ദൈവകൃപയാൽ സംഭവിക്കുന്നു. റേഷൻ വാങ്ങാൻ പണ്ട് പോകുമ്പോ സഞ്ചിയിൽ നിന്നാണ് മമ്മി വിടുന്നത്. ഇല്ലാതെ സ്തോത്രം, റേഷൻ കടയിൽ ചെന്ന് അതെ 2 കിലോ അരി എന്ന് പറയുമ്പോൾ പോക്കറ്റിൽ തട്ടിക്കോ എന്നല്ല പറയുന്നത്, കയ്യിൽ സഞ്ചി വേണം എന്നതുപോലെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ പോകുമ്പോ അത് പ്രതീക്ഷയോടെ പോകട്ടെ. കമോൺ, ഏതാണ്ട് സംഭവിക്കുന്നു. ആ പ്രതീക്ഷയോടെ ഇപ്പോ എന്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്ന് ദൈവം ചെയ്യുന്നു. പ്രതീക്ഷയോടെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു നോക്ക്, ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ഇറങ്ങിയിരിക്കും. എല്ലാരും പറയുന്നു
ഞാനും പറയുന്നു, കൈതട്ടിയില്ലെങ്കിൽ ബ്രദർ എന്തോ വിചാരിക്കും എന്ന് വിചാരിച്ചല്ല. പ്രഹസനമല്ല പ്രാർത്ഥന, പ്രഹസനമല്ല, പകരം പ്രതീക്ഷയുടെ സംതിങ് സംഭവിക്കുക. നീ അന്യഭാഷ പറയുമ്പോൾ എനിക്ക് റേഡിഫിക്കേഷൻ സംഭവിക്കുന്നു, എനിക്കൊരു വർധനമുണ്ടാകുന്നു. ഇതുവരെ പറയാത്ത അന്യഭാഷ ഞാൻ പറയുന്നു, ഇതുവരെ മനസ്സിലാക്കാത്ത വ്യാഖ്യാനം എനിക്ക് നൽകുന്നു. ചില വചനത്തിന്റെ പൊരുൾ ദൈവം തരുന്നു. ഇല്ലെങ്കിൽ സ്തോത്രം, അതേ ദൈവ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഏത് വ്യക്തികളെ കുറിച്ചുള്ള പ്രൊഫറ്റിക് ചിത്രം എന്റെ ലൈഫിൽ ദൈവം തരുന്നു. ഞാൻ ഇതുവരെ പാടാത്ത പുതിയൊരു പാട്ട് ദൈവം എനിക്ക് നൽകുന്നു. ചില പ്രത്യേക വെളിപ്പാടുകൾ, ആശയം ദൈവം എനിക്ക് നൽകുന്നു. ഇത് സ്വർഗീയ കലവറകൾ എനിക്ക് വേണ്ടി തുറക്കുന്നു. ലോകത്തിലെ എല്ലാ സമ്പത്തും ഒരുമിച്ച് കൂട്ടിക്കിട്ടാലും ലഭിക്കാത്തതായ ആത്മീയമായ ഏതോ നിക്ഷേപം എന്നിലേക്ക് പകരപ്പെടുന്നു എന്ന് പറഞ്ഞ് ദൈവകൃപയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കൽ പോലും തോൽക്കത്തില്ല. ഈ മീറ്റിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ സ്തോത്രം, അതെ സഹോദരന്മാരുടെ ഇങ്ങനെയാണ് പറഞ്ഞത്, മോനെ MD ആടാ, സ്തോത്രം MD ആണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് MD അല്ല, അവന്റെ ഫുൾനെസ് വെളിപ്പെടുന്നത്. കാരണം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും തോറ്റിറങ്ങുന്നത് നിങ്ങൾ കാണത്തില്ല. കാരണം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ ചലിക്കുമ്പോൾ ആത്മാവ്, പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, ഈ കാലഘട്ടത്തിൽ നിന്റെ ചലനം സ്വർഗത്തിന്റെ ചലനമാകാൻ പോകുന്നു. ഒരിക്കൽ കൂടെ, ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ നിങ്ങളുടെ ചലനം ദൈവത്തിന്റെ ചലനമാകാൻ പോകുന്നു. വന്നവനെ സ്തോത്രമാതെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന്റെ ചലനം ദൈവത്തിന്റെ ചലനമായി തീരുവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം നിന്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കും. നീ വാ തുറക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. നീ സ്പർശിക്കുമ്പോൾ ദൈവം നിന്റെ വിരൽത്തുമ്പുകളിലൂടെ ആയിരങ്ങളെ തൊടുവാൻ വേണ്ടി പോകുന്നു. അഭിഷേകം ജ്വലിക്കുമ്പോ അഭിഷേകം ജ്വലിക്കും. കേട്ടില്ല. അഭിഷേകം ചലിക്കുമ്പോ അഭിഷേകം ചലിക്കും. നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്റെ ചലനം ദൈവത്തിന്റെ ചലനമാകാൻ പോകുന്നു. ഹല്ലേലൂയ. തോൽക്കാൻ മനസ്സിലാത്തവരെല്ലാം കരങ്ങൾ ഉയർത്തിയാട്ടെ. തോൽക്കാൻ മനസ്സിലാത്തവർ ഇന്നു മുതൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കട്ടെ. തോൽക്കാൻ മനസ്സിലാത്തവർ കമാൻ, 1 മിനിറ്റ് സമയം ഞാൻ നൽകുമ്പോൾ 1 മിനിറ്റ് 2 കരങ്ങളെ ഉയർത്തി വായു തുറന്ന് അന്യഭാഷകളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ജയത്തിന്റെ പ്രാർത്ഥന, അന്യഭാഷയുടെ പ്രാർത്ഥന, കമാൻ. ജയത്തിന്റെ പ്രാർത്ഥന, അന്യഭാഷയുടെ പ്രാർത്ഥന, കമാൻ. ശക്തിയോടെ louder. നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ധൈര്യത്തിൽ ജീവിക്കുന്നു, മരണത്തെ പോലും പേടിയില്ലെന്ന്. സ്തോത്രം. മെന്റാലിറ്റി കർത്താവിന്റെ മനസ്സാണ്. ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാണെന്ന്. കഷ്ടതയാണോ അതിനെ ജയിച്ചിരിക്കും. ആ മെഡിക്കൽ റിപ്പോർട്ട് ക്യാൻസൽ ആക്കിയ അതിനെ ജയിച്ചിരിക്കും. രോഗങ്ങളെ ജയിച്ചിരിക്കും. ആ ഡോക്ടർ പറയും ഇത് മിറക്കിളാണ്. യെസ്, ജയിച്ചിരിക്കും. കമാൻ. സഭ ശബ്ദം ഉയർത്തി പറ, ആരോഗ്യമുള്ള ദീർഘായുസ്. മുന്നിലും പിന്നിലും ഒരു വേവ് പോലെ അത് വെളിപ്പെടട്ടെ. ആരോഗ്യമുള്ളത് ദീർഘായുസ്. യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ആരോഗ്യമുള്ള ദീർഘായുസ്. എല്ലാ ഡോക്ടർമാർ, എല്ലാ നഴ്സുമാർ, ICU നിങ്ങൾ കണ്ടെങ്കിൽ, ഓപ്പറേഷൻ തിയേറ്റർ കണ്ടെങ്കിൽ, ഈ ഹാളിനകത്തായിരിക്കുന്ന സകല ജനത്തെ എന്നൊക്കെ ഞാൻ പറയുന്നു, അവർ ICUയിൽ കയറത്തില്ല. ഓപ്പറേഷൻ അവരുടെ ലൈഫിൽ ഉള്ളതല്ല. ജയം നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം. അപ്പൻ കാണാത്ത, അമ്മ കാണാത്ത, നാട്ടുകാർ കാണാത്ത പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം. ഭാഗിക ജയമല്ല, പൂർണ്ണ ജയം. കരയാൻ എനിക്ക് മനസ്സില്ല. പറയണം, കരയാൻ എനിക്ക് മനസ്സില്ല. തകരാൻ എനിക്ക് മനസ്സില്ല. ലജ്ജിക്കപ്പെടാൻ എനിക്ക് മനസ്സില്ല. തോറ്റ് പിന്മാറാൻ എനിക്ക് മനസ്സില്ല. കാരണം ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ ജീവിക്കുന്നത് എന്റെ കർത്താവിന് വേണ്ടിയാണ്. എനിക്ക് എന്റെ തീരുമാനം ഇല്ല. എന്റെ തീരുമാനം മുഴുവൻ എന്റെ യേശുപ്പച്ചന്റെ തീരുമാനം. അവന്റെ തീരുമാനമാണ് എന്റെ തീരുമാനം. അവന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം.
അവന്റെ വഴിയാണ് എന്റെ വഴി, അവന്റെ റൂട്ടുകളാണ് എന്റെ റൂട്ട്, അവന്റെ പ്രോഗ്രാമാണ് എന്റെ പ്രോഗ്രാം. വളരെ കൃത്യമായി പറയട്ടെ, എന്റെ പ്രോഗ്രാം ഡയറി കളഞ്ഞാലും നോ പ്രോബ്ലം, എന്റെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ആയാലും നോ പ്രോബ്ലം. എന്റെ ലൈഫ് തുരുമ്പ് പിടിക്കത്തില്ല, ഞാൻ തകരത്തില്ല. കാരണം എന്റെ ഡ്രൈവർ സീറ്റിൽ ഞാനല്ല ഇരിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ ഡ്രൈവർ സീറ്റിൽ എന്റെ കർത്താവായിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബന്ധുക്കളെ പോലെ നിങ്ങൾ ജീവിക്കത്തില്ല, ദൈവമില്ലാത്ത ബന്ധുക്കളെ പോലെ നിങ്ങളുടെ ലൈഫ് ആയി തീരത്തില്ല, അവിശ്വാസികളെ പോലെ നിങ്ങളുടെ ജീവിതം തകരത്തില്ല. പകരം നിങ്ങളോട് മത്സരിക്കുന്ന ആരൊക്കെയുണ്ട്, പക്ഷെ അവർ ഏത് കുതിരപ്പുറത്ത് ഏത് രഥത്തിൽ കയറിയാലും നിന്നെ